الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, ഞാൻ ഇനി ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. പറഞ്ഞു വന്നത് പൂർത്തീകരിക്കുന്നതിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഞാൻ വിഷയത്തോട് തീരെ നീതി പുലർത്തിയില്ല എന്ന് തോന്നാം. ഇതുവരെ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഞാൻ പറയേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്താണ്? സലഫിയ്യത്തിന്റെ വീക്ഷണം നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്, അതിന്റെ ഒരു കോൺസെപ്റ്റലൈസേഷൻ, അതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ അങ്ങനെ എന്താ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് ഇതുവരെ കേട്ട കാര്യങ്ങൾ അത് നിരർത്ഥകാണെന്നോ അല്ലെങ്കിൽ അത് ഇതിനാവശ്യമില്ല എന്നല്ല. അത്തരം ഒരു കോൺസെപ്റ്റിലല്ലാതെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് 2 പോയിന്റും കൂടി അതിലുണ്ടായിരുന്നു. ഒന്ന്, തെർക്കുൽ ജിദാൽ വൽ ഖുസൂമാത്ത് ഫിദ്ദീൻ. ഞാൻ അതിന്റെ എലോബറേറ്റ് ചെയ്യുന്നില്ല. അത് പിന്നെ നിങ്ങൾ മറ്റെവിടെന്നെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ദുആ ചെയ്യാം. ജിദാലും ഖുസൂമാത്തും, മതത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ സംവാദങ്ങളോ പാടില്ലാത്തതും അത് ഉപേക്ഷിക്കേണ്ടതുമാണ്. എന്താണ് ജിദാൽ എന്ന് പറഞ്ഞാൽ? ജിദാൽ എന്ന് പറഞ്ഞാൽ റാഗിബ് അൽ അസ്ബഹാനി മുഫ്രദാത്ത്, വിശുദ്ധ ഖുർആനിന്റെ നിഘണ്ടു എന്നറിയപ്പെടുന്ന അൽ മുഫ്രദാത്തിൽ ഇമാം റാഗിബ് തന്നെ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അൽ ജിദാൽ എന്ന് പറഞ്ഞാൽ അൽ മുഫാവളത്തു അലാ സബീലിൽ മുനാസഅത്തി വൽ മുഗാലബ. ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി, ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ വിജയം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചർച്ചയാണ് എന്ത്? ജിദാൽ. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ മതവേദികളിലെല്ലാം നടക്കുന്നതാണ്. എല്ലാ സംഘടനകളും എല്ലാ വിഭാഗങ്ങളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഓരോ വിഷയത്തിൽ അവരുടേതായ ചില ആദർശങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത് വെച്ച ആദർശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തെളിവുകളോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ ഒക്കെ അതിനെതിരാണെന്ന് കണ്ടാൽ പോലും അതിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് അത് സമർത്ഥിക്കാൻ വേണ്ടി നടത്തുന്ന ചർച്ചകൾ, അത് യഥാർത്ഥത്തിൽ ഖുർആനിൽ അള്ളാഹു വിലക്കിയിട്ടുള്ള ജിദാലിലാണ് ഉൾപ്പെടുന്നത്. അത് തീർത്തും അവസാനിപ്പിക്കുക. ഇതാണ് 4ാമത്തെ പോയിന്റ്. അത് വളരെ എലോബറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ തൽക്കാലത്തേക്ക് അത് മാറ്റിവെക്കാം. 5ാമത്തേത് നബ്ദുൽ ഫുർഖത്തി വലുസൂമു ജമാഅത്തിൽ മുസ്ലിമീൻ. എല്ലാ തരത്തിലുള്ള ഭിന്നതകളും ഒഴിവാക്കി മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി മുന്നേറുക എന്നുള്ളത്, ആ ഐക്യത്തിന്റെ ആധാരം അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക എന്നുള്ളതുമായിരിക്കുക എന്നുള്ളതാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തെ സംബന്ധിച്ച് ആഹ്വാനം നടത്തുമ്പോൾ ആദ്യം പറഞ്ഞത് ഐക്യത്തിന്റെ ആധാരം എന്തായിരിക്കണം? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ. അള്ളാഹുവിന്റെ പാശം, അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള പാശം, അള്ളാഹുവിന്റെ വഹയി, അള്ളാഹുവിന്റെ റിസാലത്ത്, അള്ളാഹുവിന്റെ ദിക്ർ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഐക്യത്തോടു കൂടി വർത്തിക്കുക. നിങ്ങൾ എല്ലാ വിധത്തിലുള്ള ഭിന്നിപ്പുകളും ഉപേക്ഷിക്കുക. ഇതാണ് ഖുർആൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇന്ന് ഐക്യത്തിനു വേണ്ടി നടത്തുന്ന യാതൊരു ശ്രമവും നിരർത്ഥകമായി നിഷ്ഫലമായി പോകുന്നത് ഐക്യത്തിന്റെ ആധാരമേത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാത്തതിന്റെ പേരിലാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ നിലവിലുള്ള സംഘടനാ സംവിധാനങ്ങളെയൊക്കെ എതിർത്തു പോരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ ചേർക്കും. യഥാർത്ഥത്തിൽ ഞാനല്ല മുസ്ലിം ലോകത്തെ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ആ കാര്യം അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. കാരണം സംഘടനകൾ എന്ന് പറയുന്നത് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ള ഐക്യത്തിന്റെ സന്ദേശത്തിന് കടകവിരുദ്ധമാണ്. മുസ്ലിമീങ്ങളെ പല കക്ഷികളാക്കിയിട്ട് വേർതിരിക്കുകയും അനൈക്യത്തിന്റെ വിത്ത് പാവുകയും പരസ്പരം മത്സരിക്കുകയും കക്ഷിത്വം കാണിക്കുകയും ചെയ്യുന്ന ഈ സംഘടനകൾ വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സഹിഹായ ഒട്ടനവധി ഹദീസുകൾക്കും വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. ഒരു ഹദീസ് മാത്രം ഞാൻ വായിക്കുന്നു. ജുബൈർ ഇബ്നു മുത്അമിൽ നിന്നുള്ള റിവായത്ത്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലെ ഹൈഫിലായിരിക്കുമ്പോൾ ഇപ്രകാരം ഞങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി:
نظر الله امرأ سمع مقالتي فبلغها فرب حامل فقه غير فقيه ورب حامل فقه إلى من هو أفقه منه ثلاث لا يضل عليهن قلب مؤمن إخلاص العمل لله والنصيحة لولاة المسلمين ولزوم جماعتهم فإن دعوتهم تحيط من ورائهم. ഹദീസ് മുഴുവൻ ഞാൻ പറയാൻ പോകുന്നില്ല, അവസാന ഭാഗം മാത്രം. 3 കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടോ? ലാ യദല്ലു അലൈഹിന്ന ഖൽബു ഇംറിഇൻ മുസ്ലിം, ഖൽബു മുസ്ലിം. ആ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഗില്ല് എന്ന് പറയുന്നത്, പക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ക്ലാഷ് എന്ന് പറയുന്നത്, അതിന് യാതൊരു സാധ്യതയും പിന്നെ ഉണ്ടായിരിക്കില്ല. അത് കടന്നു വരുന്നത് 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, ഇഖ്ലാസുൽ അമലി ലില്ലാഹ്. ഇവിടെ ഓരോരുത്തരും ദീനിയായ പ്രവർത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഒരാൾ മുന്നോട്ട് വരുന്നത്, അതിന്റെ ലക്ഷ്യങ്ങൾ പലതായിരിക്കും. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. സംഘടനയിൽ എനിക്കൊരു അംഗീകാരം കിട്ടണം, എന്റെ സമൂഹത്തിൽ എനിക്കൊരു അംഗീകാരം കിട്ടണം, അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ സഹിഷ്ണുതയുള്ള സൗഹാർദ്ദ മനോഭാവമുള്ളവരാണെന്ന് തെളിയിക്കണം. ഇങ്ങനെ ഒരുപാട് ഷോ ഓഫുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അമല് ചെയ്യുന്നത്. അപ്പൊ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും പക നമ്മുടെ മനസ്സിലേക്ക് വരും. മറിച്ച് ഞാൻ ജീവിക്കുന്നത്, ഞാൻ മരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ കർമ്മനിരതനാകുന്നത്, അല്ലെങ്കിൽ ഞാൻ ശാന്തമായിരിക്കുന്നത് എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അത് മറ്റൊരാൾ കാണാനല്ല, മറ്റൊരാൾ അംഗീകരിക്കാനില്ല. എനിക്ക് അംഗീകരിക്കേണ്ടത്, എന്റെ പ്രവർത്തനങ്ങൾ കാണേണ്ടത് അള്ളാഹു മാത്രമാണ് എന്നത് ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. രണ്ടാമത്തേത് വന്നസ്വീഹത്തു ലിവുലാത്തിൽ മുസ്ലിമീൻ, മുസ്ലിം ഭരണാധികാരികളോട്. നമ്മളെ വിഷയത്തിലേക്ക് ഇങ്ങോട്ട് ചാടാനുള്ളൊരു വാതിലാണ്. ഭരണാധികാരികളോട്, മുസ്ലിം ഭരണാധികാരികളോട് ഒരു മുസ്ലിം വെച്ചു പുലർത്തേണ്ടതായ നസീഹത്ത്, അത് ഒരു പ്രത്യേക ടേമാണ്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നാട്ടിലൊക്കെ കേൾക്കുന്ന ഒരു നസീഹത്തുണ്ട്, നസീഹത്ത് നടത്തി, നസീഹത്ത് കൊടുത്തു, നസീഹത്ത് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിലൊക്കെ അപ്പുറം ഒരുപാട് ആഴത്തിൽ അർത്ഥങ്ങളുള്ള ഒരു പദമാണ് നസീഹത്ത്. വേറെ വിശദീകരിക്കേണ്ടതാണ്. ഭരണാധികാരികളോടുള്ള അധികാരി വർഗത്തോടുണ്ടാകുന്ന പകയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. എവിടെ നിങ്ങൾ ഈ അടുത്ത കാലഘട്ടത്ത് ഏതാണ്ട് അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള അറബ് വസന്തം എന്ന പേരിൽ നമ്മൾ വായിച്ചതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ സംഭവ വികാസങ്ങളിലേക്ക് കണ്ടു വായിച്ചു നോക്കുക. ഒരേ ഒരു കാരണം മാത്രം, ഭരണാധികാരികളോടുള്ള പകയാണ് ഇതിനെല്ലാം കാരണം. ഭരണാധികാരികളോടുള്ള പക ഒരു ആദർശമാക്കി കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ളതാണ് അതിന്റെ പ്രശ്നം. അത് ഏറെ പഠനമർഹിക്കുന്ന, വളരെ ആഴത്തിൽ പഠനമർഹിക്കുന്ന ഒരു വിഷയമാണ്. മറിച്ച് ഭരണാധികാരികളോട് നമുക്കുണ്ടായിരിക്കേണ്ട നസീഹത്ത്, പങ്കമില്ലാത്ത, കലവറയില്ലാത്ത, യാതൊരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത തുറന്ന ഒരു മനസ്സ്, അതവരോട് നമുക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ പക പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നു. മൂന്നാമത്തേത് വലുസൂമു ജമാഅത്തിൽ മുസ്ലിമീൻ ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം. മുസ്ലിങ്ങൾ ഒരൊറ്റ കക്ഷിയാണ്. അതിൽ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്നിത്യാദി ഇങ്ങനെ പറയുന്ന ഇല്ല. അതൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. മറിച്ച് മുസ്ലിങ്ങൾ ഒറ്റ കക്ഷിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ആ വിദ്യാർത്ഥി ചെയ്യുന്നവനും ഈ തെറ്റ് ചെയ്യുന്നവനും നമ്മളെങ്ങനെ ഒപ്പിക്കാം? ഒരു പ്രസ്ഥാനത്ത് നിങ്ങളെടുക്കൂ, ഉദാഹരണത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ നദ്വത്തുൽ മുജാഹിദീൻ, അല്ലെങ്കിൽ സുന്നി എന്ന് നിങ്ങളെടുക്കൂ. ആ പ്രസ്ഥാനത്തിനകത്തു തന്നെ അതിന്റെ പ്രഖ്യാപിത ആദർശങ്ങൾക്കും അതുപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന നിലവാരത്തിലും പെരുമാറാത്ത എത്ര ആളുകളുണ്ട്? അങ്ങത്തെടുത്തു പാർട്ടിന്റെ കീഴിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് അവരൊക്കെ നമ്മൾ നമ്മുടെ ചുമലിലും നമ്മുടെ കീശയിലും വഹിച്ചു നടക്കുന്നില്ലേ? മൊത്തം മുസ്ലിമീങ്ങളുടെ കാര്യം വരുമ്പോ നമുക്കതിന് ഇസ്ലാം തന്നെ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് പോകാം. അതാണ് വലാഇന്റെയും ബറാഇന്റെയും പാഠം നമുക്ക് നൽകുന്നത്. വലാ എന്നും ബറാ എന്നും പറയുന്നത് ജുസ്ഈ വകുല്ലി, പൂർണ്ണമായ വലാ കാണിക്കേണ്ട വിഭാഗങ്ങളുണ്ട്, ഭാഗികമായി വലാ കാണിക്കേണ്ട വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ബറാഅത്ത് രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നാധിഷ്ഠിതമായ ബറാഅത്ത് രേഖപ്പെടുത്തേണ്ടവരുണ്ട്. എന്നാൽ ബറാഅത്ത് കുല്ലിയ, പൂർണ്ണമായിട്ട് ബറാഅത്ത് രേഖപ്പെടുത്തേണ്ടവരുണ്ട്. ഈ അളവുകോലിൽ മുസ്ലിങ്ങളെ മുഴുവനും
സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള ഒരു മാനദണ്ഡം ഈ അളവുകോലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങളെ ഒറ്റേകമായി കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിരിക്കണം. അതിന് നമുക്കുള്ള ഏറ്റവും വലിയ തടസ്സങ്ങൾ ഈ സംഘടനകളാണ്, സംഘടനാ പക്ഷപാതിത്വങ്ങളുമാണ്. ഏതാണെങ്കിലും ശരി, ഈ 5 കാര്യങ്ങൾ അതതിന്റെ തറോ ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സലഫികൾ ഒരു വിഷയത്തെ, ഇപ്പൊ ബഹുസ്വര സമൂഹം, ആ സമൂഹത്തെ എങ്ങനെയാണ് അവർ സമീപിക്കുക? ബഹുസ്വര സമൂഹമാകട്ടെ അല്ലെങ്കിൽ ഉഹാദിയ ഒരൊറ്റ ഏകദാന സമൂഹമാകട്ടെ, ഏത് തരത്തിലുള്ള സമൂഹമാണെങ്കിലും ആ സമൂഹത്തോടുള്ള സഹവർത്തിത്വമാകട്ടെ, വ്യക്തികൾ തമ്മിലുള്ള സഹവർത്തിത്വമാകട്ടെ, കുടുംബങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വമാകട്ടെ, അതുപോലെ തന്നെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളാകട്ടെ, ഇതിലൊക്കെ ഒരു കൃത്യമായ മാനദണ്ഡമുണ്ട്. അവരെല്ലാ കാര്യങ്ങളെയും അളക്കുന്നത് ബിമീസാനൈൻ, 2 അളവുകോലിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ 2 അളവുകോലുകൾ? അന്നസ്സു വൽ ഇജ്മാ. അന്നസ്സു വൽ ഇജ്മാ, ഒന്ന് പ്രമാണമാണ്. പ്രമാണത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിശദമായി പറഞ്ഞു, പറയേണ്ടതില്ല. രണ്ടാമത്തേത് ഇജ്മാഉമാണ്. ഇതല്ലാത്ത മറ്റൊന്നിലേക്കും അവർ പോകില്ല. ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു വിഷയത്തിനും തീരുമാനമുണ്ടാവുകയുമില്ല. അതും തീരുമാനമെടുക്കേണ്ടത് ആരാണ്? തീരുമാനമെടുക്കേണ്ടത് അവനവരങ്ങ് തീരുമാനിക്കലല്ല, അതിന് കൃത്യമായ രീതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു മെത്തഡോളജിയാണ്. വളരെ മെത്തേഡിക്കൽ അപ്രോച്ച് നമുക്ക് അനിവാര്യമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, തീരുമാനമെടുക്കുമ്പോൾ നസ്വിന്റെയും ഇജ്മാഇന്റെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? യോഗ്യരായ ഉലമാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നമ്മളോട് പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഇത് 2 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള വചനമാണ്. പുരുഷന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയിലേക്ക് അമ്പിയാക്കന്മാരായി, പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ അറിവില്ല എങ്കിൽ, വ്യക്തമായ രേഖ നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങ് ഗവേഷണം നടത്തുകയല്ല. ഇപ്പൊ എല്ലാവരും ഗവേഷകന്മാരാണ്. എന്നിട്ട് തെറ്റിയാലും അള്ളാന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്നുള്ള അതൊരു ആത്മശാന്തിക്ക് പറ്റാവുന്ന ഉതകുന്ന ഒരു വാക്ക് അത്ര മാത്രമേ ഉള്ളൂ. അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ആരാണ് ഗവേഷണം നടത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു സംഘം ഒരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. യുദ്ധത്തിന് പോകുന്ന ആ യുദ്ധത്തിന്റെ വേളയിൽ അതിലൊരു സ്വഹാബി വര്യന് തലക്ക് ഒരു കല്ല് കൊണ്ടിട്ട് ആഴത്തിൽ ഒരു മുറിവ് ബാധിച്ചു. അങ്ങനെ രാത്രിയിൽ അദ്ദേഹത്തിന് കുളിക്കേണ്ട സാഹചര്യം വന്നു, ഇഹ്തിലാമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നല്ല തണുപ്പുള്ള രാത്രിയാണ്, രാവിലെ സുബ്ഹ് നമസ്കരിക്കാൻ എനിക്ക് കുളിക്കാൻ പറ്റില്ല, എനിക്ക് തയമ്മം ചെയ്താൽ മതിയാകുമോ? നിങ്ങൾ ആരെങ്കിലും എനിക്ക് തയമ്മം ചെയ്യുന്നതിന് തെറ്റുണ്ടോ, മതിയാകുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചവരൊന്നും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നില്ല. അവര് പറഞ്ഞു, മാ നജിദു ലക റുഖ്സ, വെള്ളം ഉപയോഗിക്കാതെ തയമ്മം ചെയ്താൽ മതിയാകുമെന്നുള്ള ഒരു അലവൻസ്, ഒരു വിട്ടുവീഴ്ച താങ്കൾക്കുള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. താങ്കൾ വെള്ളം ഉപയോഗിച്ച് കുളിച്ചിരിക്കണം. അദ്ദേഹം വെള്ളം ഉപയോഗിച്ച് കുളിച്ചു. അത് അദ്ദേഹത്തിന്റെ രക്തം വളരെ ശക്തമായി ബ്ലീഡ് ചെയ്യുന്നതിനും അതവസാനം മരണത്തിനും കാരണമായി തീർന്നു. യുദ്ധം അവസാനിച്ച് അവർ മദീനയിലെത്തുമ്പോൾ തദ്വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരപ്പെട്ടു. ആ കാര്യം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ഇജ്തിഹാദ് ചെയ്തതല്ലേ, അവർക്ക് അതിന്റെ കൂലിയുണ്ട്, അയാൾ മരണപ്പെട്ടു, മരണം ഏതായിരുന്നാലും മരിക്കാനുള്ളതുമല്ലേ എന്നല്ല നബി പറഞ്ഞു. ഖതലൂഹു ഖതലഹുമുല്ലാഹ്, ഖതലൂഹു ഖതലഹുമുല്ലാഹ്. ആ ഫത്വ നൽകിയ ആളുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് വേണം പറയാൻ. ഖതലഹുമുല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലാത്ത കാര്യം, അറിവില്ലായ്മക്ക് പരിഹാരം എന്താണ്? അത് ചോദിച്ചു മനസ്സിലാക്കലാണ്. ഹല്ലാ സഅലു ഇദാ ലം യഅലമു, അവർക്ക് രേഖയില്ലെങ്കിൽ, അവർക്ക് അറിവില്ലായിരുന്നുവെങ്കിൽ, ഈ വിഷയകമായുള്ള രേഖയും അറിവും അവർക്ക് കൈവശമുണ്ടായിരുന്നില്ല എങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നില്ലേ? അപ്പോ ഈ സംഭവം ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ചതും ആധുനികരും പൗരാണികരുമായിട്ടുള്ള നിരൂപണ പണ്ഡിതന്മാർ അത് സഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ സംഭവമാണ്. അതുകൊണ്ട് അനന്യായി ഇജ്തിഹാദ് നടത്തുന്ന ആൾക്കാർ അവർ ഈ കാര്യത്തെക്കുറിച്ച് അല്പം ബോധേടാകേണ്ടതുണ്ട് എന്നൊരു മെസ്സേജ് മാത്രമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പറയപ്പെടുന്ന എല്ലാവരും ഇജ്തിഹാദ് നടത്തുക എന്നുള്ളതല്ല, മറിച്ച് നസ്സും ഇജ്മാഉം അനുസരിച്ച് നമുക്ക് തീരുമാനം തരേണ്ടത് അഹ്ലുൽ ഇൽം, പീപ്പിൾ ഓഫ് നോളജ്,
പണ്ഡിതന്മാരായ ആളുകളാണ്. ആരാണ് പണ്ഡിതന്മാർ? അതിനൊക്കെ നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങൾക്ക് വിധേയമായി ശരിയായ രൂപത്തിൽ ഇൽമ് വെച്ചുകൊണ്ട്, ഖുർആൻ വെച്ചുകൊണ്ട്, ഹദീസ് വെച്ചുകൊണ്ട്, സഹാബത്തിന്റെ ഫഹ്മ് വെച്ചുകൊണ്ട് ഇവര് നമുക്ക് ആ വിഷയത്തിൽ തീരുമാനം തരണം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മര്യാദ കേരളത്തിൽ നിന്ന് പച്ചെടുത്തു പോയി. എല്ലാവരും മുജ്തഹിദീങ്ങളാണ്. തെറ്റിയാലെന്താ? അള്ളാന്റെ അടുക്കലൊരു കൂലിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഖതലൂഹു ഖതലഹുമുല്ലാഹ് ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ ഹല്ലാ സഅലു ഇദാ ലം യഅലമു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ ഇത്രയും ശക്തമായ ഒരു മെത്തേഡ് എന്തുകൊണ്ടാണ് നമ്മൾ പിന്തുടരുന്നത്? ഇത്രയും ശക്തമായ ഒരു മെത്തേഡ് നമ്മൾ പിന്തുടരുന്നതിനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണോ നമ്മെ ഈ ഭൂലോകത്തേക്ക് അധിവസിപ്പിച്ചിട്ടുള്ളത്, ഈ ഭൂലോകത്ത് ജീവിക്കാൻ വേണ്ടി അള്ളാഹ് നമ്മളെ വിട്ടിട്ടുള്ളത്, ആ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും കണിശമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. കാരണം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് മാത്രമായി ആരാധന ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമേ അല്ല. ഈ ബഹുസ്വരതയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെയും ദൗത്യത്തെയും മറന്നുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന മറ്റ് സമുദായങ്ങളുടെ മുന്നിൽ നമ്മൾ വളരെ നല്ലവരാണെന്നൊരു വരുത്തി തീർക്കലോട് കൂടി മെല്ലെ അങ്ങ് സ്വർഗത്തിലേക്ക് പോയി കളയാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ. ഒരു മുസ്ലിം അവന്റെ ലക്ഷ്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അവന്റെ ജീവിത ലക്ഷ്യത്തിൽ ആദ്യത്തെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിന്റെ മാത്രം ആരാധ്യത അംഗീകരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇതാണ് മനുഷ്യനെ അള്ളാഹ് ഈ ഭൂലോകത്തേക്ക് നിയോഗിച്ചയച്ചതിന്റെ ലക്ഷ്യം. അത് എങ്ങനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്? കുറെ എന്തെങ്കിലും തോന്നിയത് ബിർറ് അമലുൻ സ്വാലിഹ് എന്നതിന് നമ്മളൊരു നിർവചനം കൊടുക്കുകയാണ്. ആ നിർവചനം അനുസരിച്ച് എന്തൊക്കെ നമ്മൾ ചെയ്താലും അതൊക്കെ ബിർറാണ്, അതൊക്കെ അമലുൻ സ്വാലിഹത്താണ്, അള്ളാഹ് സ്വീകരിക്കുമെന്ന് നമ്മളങ്ങോട്ട് ഊഹിക്കുകയാണ്. ഇതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, ഇതിനൊക്കെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ നിർവചനങ്ങളുണ്ട്. മറിച്ച് ഏതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്, ഏത് ഇബാദത്താണ് അള്ളാഹ് സ്വീകരിക്കുന്നത്? ഒരുപാട് വാരി വലിച്ചു ചെയ്യാനല്ല പറഞ്ഞത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങൾക്കറിയുന്ന ആയത്താണ്, സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിലുള്ള ആയത്ത്. അവൻ നിങ്ങൾക്ക് ഒരു ജന്മവും ഒരു ജീവിതവും ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരു മരണവും സംവിധാനിച്ച് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ഉത്തമമായ, ഏറ്റവും അഫ്ളൽ, അയ്യുക്കും അഹ്സൻ, ഏറ്റവും ഉദാത്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. അവിടെ ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ, അയ്യുക്കും അക്സറു അമല എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നതാര് എന്ന് നോക്കാനാണോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ജനസേവനം നടത്തുന്നതാര് എന്ന് നോക്കാനാണോ? ജനസേവനം അതിന് അതിൻ്റെതായ ഒരു പ്രയോറിറ്റി ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിശാല മനസ്കത അഭിനയിക്കുന്നതാരാണ് എന്ന് നോക്കാനാണോ? അല്ല. ഖുർആനിന്റെ പ്രയോഗം അയ്യുക്കും അഹ്സനു അമല. എന്താ അഹ്സന്? ഈ അഹ്സൻ എന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ഞാനിവിടെ എന്റേതായ ഒരു അഭിപ്രായവും പറയില്ല, പറയാൻ ഞാൻ ആളുമല്ല. അങ്ങനെ ദീനിൽ സ്വന്തമായി അഭിപ്രായം പറയുന്നവന്റെ അവന്റെ സ്ഥാനം ദീനിന്റെ പുറത്തുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. എനിക്കതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയല്ല. അഹ്സൻ എന്ന് പറയുന്നതിന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അസ്വബു അഖ്ലസുഹു വഅസ്വബുഹു. ചെറിയ വാക്കുകളാണ്, ഒരുപക്ഷെ എന്റെ വാക്കുകൾ കുറെ അറബിയാകുമ്പോൾ നിങ്ങളതിനെ വളരെ അസ്വസ്ഥാകൊന്നും വേണ്ട, അതിലേക്ക് നിങ്ങൾ എത്തിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ പല കാര്യങ്ങളും അതിന്റെ ടേംസിൽ പഠിക്കേണ്ടി വരും. അഖ്ലസുഹു വഅസ്വബുഹു, ഏതാണ് അഹ്സനായ അമൽ, ഏതാണ് ഉത്തമമായ കർമ്മങ്ങൾ? അഖ്ലസുഹു, അല്ലാഹുവിന് വേണ്ടി മാത്രമായി ചെയ്തത്. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു,
അള്ളാന്റെ ലക്ഷ്യം, അള്ളാന്റെ വജ്ഹും അള്ളാഹുവിന്റെ പ്രീതിയും, വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുഖം, അതുപോലെ അള്ളാന്റെ റിള, അത് ഞാൻ ഉദ്ദേശിക്കുന്നു. അതിന് പുറമെ നമ്മെക്കുറിച്ച്, നമ്മുടെ സംഘടനയെക്കുറിച്ച്, മൊത്തം മുസ്ലിങ്ങളെക്കുറിച്ച്, നമ്മുടെ സംഘടനയെക്കുറിച്ച്, നമ്മുടെ ഈ പ്രദേശത്തെക്കുറിച്ച്, ഈ എന്റെ കുടുംബത്തെക്കുറിച്ച്, ഞാനെന്ന് പറയുന്ന ഈ മഹാവ്യക്തിത്വത്തെക്കുറിച്ച് അന്യ സമുദായക്കാർക്ക് നല്ലൊരു മതിപ്പ് കിട്ടണം. ആ ലക്ഷ്യം കൂടി കൂടെ ഉണ്ട്. പറ്റില്ല, അത് ഖാലിസല്ല, അള്ളാഹ്ക്ക് മാത്രമല്ല. നമ്മൾ അതിന്മേൽ വേറെ ചില ലക്ഷ്യങ്ങൾ കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ ചടിക്കാൻ എന്താ കാരണം? ഒരാൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അറഅയ്ത ലൗ അന്ന റജുലൻ ഗസ യൽതമിസുൽ അജ്ർ വദ്ദിക്ർ മാ ലഹു. ഒരാൾ നബിയെ യുദ്ധത്തിന് വേണ്ടി നമ്മുടെ കൂടെ പുറപ്പെടുന്നു. അയാൾ താല്പര്യപ്പെടുന്നത്, അയാൾ പ്രതീക്ഷിക്കുന്നത് അൽ അജ്ർ, അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. അതാണ് അയാളുടെ ലക്ഷ്യം. വദ്ദിക്ർ, കൂടെ മറ്റൊന്നും കൂടെ. എന്താണത്? മുസ്ലിങ്ങളിൽ നല്ല ധീരനായ, വീരനായ, ശൂരനായ ഒരു പരാക്രമിയായ യോദ്ധാവുണ്ട് എന്നും അദ്ദേഹത്തെക്കുറിച്ച് കരുതട്ടെ. നല്ലൊരു കാര്യമല്ലേ? ആ മുസ്ലിം സൈന്യത്തെക്കുറിച്ചുള്ള മതിപ്പ് ഉളവാക്കും, നമ്മുടെ മുറയിൽ വർദ്ധിപ്പിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അതൊരു നല്ല ലക്ഷ്യമല്ലേ? അത് മൂപ്പർക്ക് മാത്രമല്ലല്ലോ, മുസ്ലിമീങ്ങൾക്ക് മൊത്തം ലക്ഷ്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയും പറഞ്ഞു, ഒന്നുമില്ല, മാ ലഹു ഷൈ, മാ ലഹു ഷൈഉൻ, അയാൾക്കൊരു ചുക്കു കിട്ടാനില്ല. ഇവിടെ നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടാകും, അവിടെ ഒന്നും കിട്ടാനില്ല. 3-ാം തവണ അയാൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് മാ കാന ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു, അല്ലാഹുവിന് വേണ്ടി മാത്രം, അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്തതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം അതിലേക്ക് നിങ്ങൾ ചേർത്താൽ അത് ഖാലിസാവില്ല, അള്ളാഹ്ക്ക് മാത്രമുള്ളതായിരിക്കില്ല, അത് അള്ളാഹു സ്വീകരിക്കില്ല. അങ്ങനെ ഖാലിസായ അമലാകും. വഅസ്വബുഹു, രണ്ടാമത്തേത് അസ്വബായിരിക്കണം. അവിടെ ചെല്ലുന്ന സമയത്ത് അസ്വബായിരിക്കണം. എന്താ അസ്വബ് എന്ന് പറഞ്ഞാൽ? തജ്രീദുൽ മുതാബഅത്തി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു അണുവളവ് വ്യതിചലിക്കാതെ റസൂലുള്ളാഹിനെ പിന്തുടർന്നുകൊണ്ട് മുതാബഅ നടത്തിക്കൊണ്ട് ചെയ്യണം. ഒക്കെ വളരെയധികം വിശദീകരിക്കേണ്ട മുതാബഅ, തജ്രീദുൽ മുതാബഅ 5-6 കാര്യങ്ങളുടെ 5-6 വരകൾക്കുള്ളിലുള്ള ഒരു വിഷയമാണ്. ആ മുതാബഅത്ത് പൂർണ്ണാകണം. ഇതിലേതെങ്കിലും ഒന്ന് ഇഖ്ലാസിൽ ഭംഗം വന്നാൽ അത് ശിർക്കിലേക്ക് പോയി, മുതാബഅത്തിൽ ഭംഗം വന്നാൽ അത് ബിദ്അത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വാരി വലിച്ചു കുറെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പോയാൽ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ വുജൂഹു യൗമഇദിൻ, അന്നേ ദിവസം ചില മുഖങ്ങൾ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ, കുറെ മുഖങ്ങൾ അധ്വാനിച്ച് ദുനിയാവിൽ കുറെ ചെയ്തിട്ടുണ്ട്, അവർ ക്ഷീണിച്ചു വരികയാണ്. പക്ഷെ അവർക്ക് സ്വർഗ്ഗമല്ല കിട്ടുന്നത്. കാരണം എന്താണ്? വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവർ ചെയ്തതൊന്നും ശരിയായ രൂപത്തിലല്ല, അസ്വബായിരുന്നില്ല. ഇതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അള്ളാഹ്ക്ക് മാത്രമായി ആരാധന നിറവേറ്റുക, അള്ളാഹ്ക്ക് മാത്രമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളിവിടെ ഒരു ഈ ഓണാവധി കഴിയുന്നത് വരെ എല്ലാ ദിവസവും ഇതുപോലത്തെ ചർച്ച സംഘടിപ്പിച്ചാലും ഇല്ലാമൻ റഹിമല്ലാഹ് ഖലീലും മാഹും 1-2 ആളുകൾ ഒരു പക്ഷേ ഈ കാര്യം നിങ്ങളോട് ജസ്റ്റ് അങ്ങ് സൂചിപ്പിച്ചു പോകും. എല്ലാവർക്കും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ കേമന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ട ബഡായി പറയണം. എനിക്ക് അങ്ങനത്തെ ബഡായി പറയാൻ ഒരുപാടുണ്ട്, അറിയാം, അതിന്റെ ഒരു കുറവുകൊണ്ടല്ല. പക്ഷെ അത് എന്തുപകരിക്കും? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം, രണ്ടാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യാം. ആദ്യത്തേത് മനുഷ്യനെ അള്ളാഹ് പഠിച്ചത് അള്ളാഹനെ മാത്രം ആരാധിക്കാനാണ്. അള്ളാഹ്ക്കുള്ള ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അഖ്ലസുഹു വഅസ്വബുഹു, അത് അഖ്ലസും അസ്വബുമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു നിസ്കാരത്തിന്റെ കാര്യം ഉദാഹരണമായിട്ട് നോക്കിക്കോളൂ. നമസ്കാരത്തിന്റെ കാര്യം, ആ നമസ്കാരത്തിന്റെ കാര്യം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അമ്മാർ ഇബ്നു യാസിറിൽ നിന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇന്നർ റജുല ലയൻസരിഫ്, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ വമാ കുത്തിബ ഇല്ലാ ഉശ്റു സ്വലാത്തിഹി, അയാളുടെ നമസ്കാരത്തിൽ നിന്ന് അയാൾക്ക് രേഖപ്പെടുത്തപ്പെടുന്ന പ്രതിഫലം ചിലപ്പോൾ 10-1 മാത്രമായിരിക്കാം, അല്ലെങ്കിൽ 9-1 മാത്രമായിരിക്കാം.
തുസ്ഉഹാ തുമുനുഹാ സുബുഉഹാ സുദുസുഹാ ഹുമുസുഹാ റുബുഉഹാ തുലുസുഹാ നിസ്ഫുഹാ. ചിലപ്പോ പകുതി കിട്ടും, ചിലപ്പോ 1/3 കിട്ടും, ചിലപ്പോ 4/1 കിട്ടും, ചിലപ്പോ 5/1 കിട്ടും, ചിലപ്പോ 6/1 കിട്ടും, ചിലപ്പോ 7/1 കിട്ടും, ചിലപ്പോ 8/1 കിട്ടും, ചിലപ്പോ 9/1 കിട്ടും, ചിലപ്പോ ഒരു നമസ്കാരത്തിന്റെ പ്രതിഫലത്തിൽ നിന്ന് 10/1 കിട്ടുള്ളൂ. ഇങ്ങനെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടുതലില്ലെങ്കിലും ഉള്ളത് അയ്യക്കും അഹ്സനു അമല, അഹ്സനുൽ അമലാകാൻ, അഖ്ലസുഹു വഅസ്വബുഹു, അത് തജ്രീദുൽ ഇഖ്ലാസു ലില്ലാഹി വതജ്രീദുൽ മുതാബഅത്തി ലിറസൂലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രമായി ഇഖ്ലാസോട് കൂടി ചെയ്തതും മുതാബഅത്ത് റസൂലുള്ളാഹിനെ പിന്തുടരുന്ന കാര്യത്തിൽ വളരെ കൃത്യം പൂർണ്ണമായി പിന്തുടർന്നിട്ടുള്ളതും വിദേഹത്തിന്റെ ഒരു ലാഞ്ചനയും വരാതെ ആ കാര്യം ചെയ്യണം. അപ്പോഴേ അതിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടുള്ളൂ. ഈ കണിശത നമ്മൾ പറയുന്ന സമയത്ത് ബോധപൂർവം മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ട ആളുകൾ അവര് അനുഷ്ഠാന തീവ്രതയുടെ ആളുകളാണെന്ന് പറയും. അവര് സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് പറയും. അവര് മുസ്ലിമീങ്ങളെ റാഡിക്കലൈസ് ചെയ്യാണ് എന്ന് പറയും. അവര് തീവ്രവാദികളാണ് എന്ന് പറയും. എന്താ ഈ പറയുന്നതിനർത്ഥം? ഒരർത്ഥമല്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാനൊന്ന് നമസ്കരിച്ചാൽ ആ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തോട് ഏറ്റവും അധികം റിസംബിൾ ചെയ്യുന്ന, ഏറ്റവും സാദൃശ്യം വരുന്ന രൂപത്തിൽ നമസ്കരിക്കണം. എന്തിനു വേണ്ടി? എന്റെ പ്രതിഫലം എനിക്ക് പൂർണ്ണമായി കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് കൈ ഉയർത്തുമ്പോ ഞാൻ എന്റെ 2 കൈകളും ഇത്ര തന്നെ ഉയർത്തുന്നു. എന്നിട്ട് ആ കൈ വലത് കൈയിന്റെ മുകളിൽ വെക്കുന്നു. എന്നിട്ട് അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വെക്കുന്ന സമയത്ത് കെഫിലും റസദിലും സാഇദിലുമായിട്ട് വെക്കുകയോ പിടിക്കുകയോ ചെയ്യുന്നു. എത്രയൊക്കെ ശ്രദ്ധിക്കുന്നത് പ്രതിഫലം പൂർണ്ണ രൂപത്തിൽ കിട്ടാൻ. അതുകൊണ്ട് ബഹുസ്വര സമൂഹത്തിനുണ്ടാകുന്ന എന്റെ നമസ്കാരത്തിന്റെ ഓരോ ഇഞ്ചിലും അതിന്റെ ഓരോ മൈക്രോ ലെവൽ അപ്ലിക്കേഷനിലും ഞാൻ കാണിക്കുന്ന സൂക്ഷ്മത ഈ ബഹുസ്വര സമൂഹത്തിന് എന്തു പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്? ആർക്കാണതിൽ നഷ്ടവും ഛേദവും വരാനുള്ളത്? എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ വലിയ ലാഭം വരാനുമുണ്ട്. ഞാൻ എന്റെ നമസ്കാരം അത്രയും കൃത്യമാക്കിയാൽ ഇവിടുത്തെ ഹൈന്ദവന് വല്ല നഷ്ടവും വരാനുണ്ടോ? ഇവിടുത്തെ ക്രൈസ്തവന് വല്ല നഷ്ടവും വരാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്നെ ഉൾക്കൊള്ളാത്ത ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനക്കാർക്ക് ആർക്കെങ്കിലും വല്ല ഛേദവും വരാനുണ്ടോ? ഒന്നുമില്ല. പിന്നെന്തിനാ? അവനെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ഞങ്ങളൊപ്പല്ലെങ്കിൽ അവനെ എതിർക്കുക. ഇത് മാത്രം, റില്ല് മാത്രം. കാരണം അവരൊക്കെ പ്രവർത്തിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ഈ പകക്ക് യാതൊരു സ്ഥാനവും വരില്ല. ആ ഓരോ സംസ്കാരത്തിന്റെ ഓരോ മൈക്രോ ലെവൽ കാര്യങ്ങൾ അതേമാതിരി നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പൊ നമ്മളത് പറയും അത് അനുഷ്ഠാന തീവ്രതയാണ്. അനുഷ്ഠാന തീവ്രതയല്ല. അള്ളാഹുവിന് വേണ്ടി നാം ദീൻ അനുഷ്ഠിക്കുന്നത് അതിന്റെ ശുദ്ധ രൂപത്തിൽ, അതിന്റെ പരിശുദ്ധിയിൽ ഒരു കലർപ്പുമില്ലാതെ ചെയ്യാന്നുള്ളതാണ്. ഇത് പരിശുദ്ധി നിലനിർത്തണം എന്ന് പറയുന്നതും, എന്നാൽ ഭൗതികമായ കാര്യങ്ങളിൽ മറ്റു സമുദായങ്ങളോട് സഹജീവികളോട് ഒക്കെ നമ്മൾ നല്ല നിലയ്ക്ക് പെരുമാറണമെന്ന് പറയുന്നതും അത് തമ്മിൽ ഒരിക്കലും ഒരു സംഘട്ടനമില്ല, ഒരു സംഘർഷമില്ല. അത് രണ്ടും രണ്ട് കാര്യമാണ്. പക്ഷെ തൽപരകക്ഷികളായ ആളുകൾ ഇത് ഇവിടുത്തെ ബഹുസ്വരതയെ നശിപ്പിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് അനുഷ്ഠാന തീവ്രതയാണ് എന്ന് വെറുതെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അനുഷ്ഠാന തീവ്രത ഇതല്ല. ഞാൻ പറഞ്ഞു അനുഷ്ഠാന തീവ്രത എന്താ? ഹജ്ജിന് പോവുകയാണ്. ഒരു ഉദാഹരണം പറയാം. പോകുന്ന സമയത്ത് നമ്മൾ മിനയിൽ കല്ലെറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കല്ലുകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ കല്ലുകൾ പെറുക്കി കാണിച്ചു കൊടുത്തു. ഇത്രയും വലിപ്പമുള്ളൂ. അതിലും വലിയ കല്ലുകൾ എടുത്തിട്ട് ചിലര് പിശാചിനെയാണ് എറിയണെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് കൊണ്ടും വലിയ കല്ലുകൊണ്ടും പറയും. അതാണ് ഗുലൂബ്. ഇയ്യാകും വൽ ഗുലൂബ ഫിദ്ദീൻ. അതാണ് അനുഷ്ഠാന തീവ്രത. 3 പേര് വന്നു. വന്നിട്ട് പറയുന്നു ഖദ് ഗഫറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. താങ്കളുടെ മുൻകഴിഞ്ഞു പോയ ജീവിതകാലത്തെ തെറ്റുകൾ അത്രയും പൊറുക്കപ്പെടുകയും വരാനിരിക്കുന്ന ജീവിതകാലത്തെ ശിഷ്ടകാല ജീവിതത്തിലുള്ള മുഴുവൻ തെറ്റുകളും അത് അഡ്വാൻസായി പുറത്തു തരികയും ചെയ്തു.
എന്ന് അല്ലാഹു സുവിശേഷം അറിയിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇത്ര നമസ്കരിക്കുന്നുവെങ്കിൽ, ഇന്ന ഇബാദത്തുകൾ ചെയ്യുന്നുവെങ്കിൽ ഞാൻ ഇത്ര ചെയ്താൽ പോരാ, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും. ഇനി നോമ്പൊഴിവാക്കുന്ന പ്രശ്നമല്ല. ഞാൻ രാത്രി മുഴുക്ക നമസ്കരിക്കും, ഉറങ്ങുന്ന പ്രശ്നമല്ല. ഞാൻ സ്ത്രീകളുമായി പരിണയിക്കുന്ന അവരെ കല്യാണം കഴിക്കുന്ന ഒരു പരിപാടിയില്ല, ഞാൻ എന്ത് ചെയ്യാൻ ഒഴിവാക്കുകയാണ്, വിവാഹ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അനുഷ്ഠാന തീവ്രത, അതാണ് അനുഷ്ഠാന തീവ്രത. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അമാ വല്ലാഹി ഇന്നി അത്ഖാകും ലില്ലാഹി വഅഖ്ശാകും ലഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന, അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കുന്നവൻ ഞാനാണ്. ഞാൻ ഈ കാണിച്ചത് പോരാ, അതിനപ്പുറം വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, ദീൻ എന്ന് പറഞ്ഞാൽ അത് തസ്ലീമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് സർവഥാ കീഴ്പ്പെടലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെ ഇബ്രാഹിം ഖലീലുള്ളായത് നിങ്ങൾക്കറിയോ? 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഉർപട്ടണത്തിൽ സർവ്വസാധാരണക്കാരനായി നടന്നിരുന്ന ഇബ്രാഹിമിനെ അള്ളാഹു നബിയാക്കി ഉയർത്തി. പോരാ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു റസൂലാക്കി ഉയർത്തി. പോരാ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാക്കി ഉയർത്തി. അതും പോരാ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഇബ്രാഹിമിനെ ഖലീലാക്കി ഉയർത്തി. അതും പോരാ, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്തസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മലക്കൂത്ത് അല്ലാഹു ഇബ്രാഹിമിന് കാണിച്ചു കൊടുത്തു. ഇത്രയധികം ഇബ്രാഹിം അലൈഹിസ്സലാം ഉന്നതമായ പദവികളിലേക്ക്, വിധാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നത് ഏതിന്റെ പേരിലാണ്? وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا. ഇബ്രാഹിമിനെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ചില വചനങ്ങളിലൂടെ പരീക്ഷിച്ച എല്ലാ പരീക്ഷണങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാം വിജയകരമായി അത് പൂർത്തീകരിച്ചു. ആദ്യം പറയുന്നു, മകനെ ബലി നൽകണമെന്ന്. ഇബ്രാഹിം നബി ചോദിച്ചോ, മനുഷ്യനെ ബലി അർപ്പിക്കുക എന്നുള്ളത് അത് അള്ളാഹു ഉദ്ദേശിക്കുമോ? അതിൽ അള്ളാഹ്ക്ക് എന്താണ് കിട്ടാനുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചു നിന്നില്ല. അപ്പടി إذ قال له ربه أسلم قال أسلمت لله رب العالمين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, യുക്തിയൊന്നും അറിയാത്ത, പ്രായോഗികതയൊന്നും തെളിയിക്കപ്പെടാത്ത, ശാസ്ത്രീയതയൊന്നും അറിഞ്ഞിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ഇബ്രാഹിം നബിയോട് മകൻ അറുക്കണം പോലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അതിന് കീഴ്പ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, ഭാര്യയെയും കുട്ടിയെയും ആ മണലാരണ്യത്തിൽ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു പോരും. വഴി തെറ്റിയിട്ടെങ്ങാനും ഒരു ഇടയൻ ചെക്കൻ പോലും അതിലൂടെ കടന്നു വരാൻ സാധ്യതയില്ലാത്ത ആ മരുഭൂമിയിൽ ഇബ്രാഹിം തന്റെ ഭാര്യയെയും കുട്ടിയെയും അവിടെ താമസിപ്പിച്ചു. എന്തിനും ചോദിച്ചില്ല, തിരിച്ചു പോകുമ്പോ അവര് കാണില്ല എന്ന് കാണുമ്പോ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഅൻ ഇൻദ ബൈതിക്കൽ മുഹറം. അതേമായി ഇങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും. അസ്ലിം ഖാല അസ്ലംതു, ഞാനിതാ സർവഥാ കീഴ്പ്പെട്ടിരിക്കുന്നു. അതാണ് ആ ടോട്ടൽ സബ്മിഷൻ ടു ദി വിൽ ഓഫ് അല്ലാഹ്. അതിൽ നിന്നാണ് ഇസ്ലാം അതിന്റെ പേര് പോലും സ്വീകരിച്ചത്. ഒരു മുസ്ലിം എന്ന പേര് പോലും ആ ആശയത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ചോദ്യം ചെയ്യാതെ, അതിന്റെ യുക്തി പരതാതെ, അതിന്റെ ശാസ്ത്രീയത അന്വേഷിക്കാതെ, അതിന്റെ പ്രായോഗികതയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ അള്ളാഹു കൽപ്പിച്ചാൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. വെറുതെ കിട്ടിയതല്ല. ഈ സമർപ്പണം, അതിന് നമ്മൾ തയ്യാറാവണം. ആ സമർപ്പണത്തിന്റെ ഭാഗമായി നമ്മൾ ഈ കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇല്ലെങ്കിൽ അള്ളാന്റെ ദീന് പൊളിഞ്ഞു പോകും. അത്തഅബ്ബുദു ലില്ലാഹ്, ഉബൂദിയ്യത്തുല്ലാഹ്, തദയ്യുനു ലില്ലാഹ്, ദിയാനത്തുല്ലാഹ്, അള്ളാഹുവിനുള്ള ഉബൂദിയ്യ, അവനോട് കാണിക്കുന്ന തദയ്യുൻ, അത് ആകെ നശിച്ചു പോകും. ഇത് ഒരു സമൂഹത്തിനും ഒരു ദോഷവും വരുത്തില്ല. ഇവിടെ 100,000 സംസ്കാരങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും വംശങ്ങളും ഒക്കെ നിലനിൽക്കട്ടെ, അവർക്കാർക്കും ഇതിൽ യാതൊരു തരത്തിലുള്ള നഷ്ടവും ഛേദവും വരാനില്ല. മറിച്ച് ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉയരങ്ങളിലേക്ക്,
അള്ളാഹുവിന്റെ സമീപത്തേക്ക്, അള്ളാന്റെ സാമീപ്യം കൂടുതൽ കൂടുതൽ കരസ്ഥമാക്കുന്ന ഉന്നതമായ വിധാനങ്ങളിലേക്ക് അയാൾ ഉയർത്തപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന കുറച്ച് പരിതാപകരമായ ചില അവസ്ഥകളുണ്ട്. അവിടെ നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇതേമാതിരി ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് സലഫിയത്ത് ഈ വിഷയത്തിൽ ആദ്യം നമുക്ക് നൽകുന്ന പാഠം. അതൊരു കോൺസെപ്റ്റാണ്. രണ്ട് കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇസ്ലാം ഒരു പ്രത്യയശാസ്ത്രമല്ല. ഞാൻ പറയുമ്പോ പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാത്തവരായിട്ടൊന്നും ഇതിനെ കുറിച്ച് കരുതണ്ട. നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമെന്ന് വേണ്ട, എനിക്കതറിയാം. പക്ഷെ ഇസ്ലാം പ്രത്യയശാസ്ത്രമല്ല. ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ചിന്താപദ്ധതിയെക്കുറിച്ച് പ്രത്യയശാസ്ത്രം എന്ന് പറയാൻ അത് കുറെ ആളുകളുടെ മസ്തിഷ്കത്തിനകത്ത് അതൊരാശയമായി നിലനിന്നാൽ പോലും അത് പ്രത്യയശാസ്ത്രമാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇസ്ലാം അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രമേ അല്ല. ഇസ്ലാമിന്റെ ആദർശം, ഇസ്ലാമിന്റെ ആശയം വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ആശയമാകുമ്പോൾ തന്നെ അത് പ്രയോഗതലത്തിൽ ജീവിതത്തിൽ പച്ചയായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിരിക്കും. പ്രയോഗവൽക്കരിക്കപ്പെടാത്തൊരു ഇസ്ലാമില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് അഇമ്മത്ത് പറയാറുള്ളത് സ്വാലിഹത്തുൻ ലികുല്ലി സമാൻ, സ്വാലിഹത്തുൻ ലികുല്ലി അജ്നാസ്, സ്വാലിഹത്തുൻ ലികുല്ലി മകാൻ. സാർവകാലികമെന്നും സാർവലൗകികമെന്നും സാർവജനീനമെന്നും ഇസ്ലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചു പോകുന്ന അതുകൊണ്ടാണ്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ഒരാൾ പൂർണ്ണനായ ഒരു മുസ്ലിമായിട്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റും. ഏത് അനുകൂലമായ സാഹചര്യത്തിൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാവുന്നത് പോലെ. രണ്ടുദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കുള്ള ഒരു ഉദാഹരണം എടുത്തു കാണിക്കൂ എന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ഉദാഹരണം ആരുടേതാണ്? ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഞാൻ മാത്രമാണ് സർവാധിപതി, ഈജിപ്തിന്റെ സർവാധികാരം എനിക്കാണ്, ഞാനല്ലാതെ റബ്ബായി ഇലാഹായി നിങ്ങൾക്ക് വേറെ ആരുമില്ല, എനിക്ക് പുറമെ ഒരു ആരാധന നിങ്ങളെ സ്വീകരിച്ചാൽ നിങ്ങളെ ഞാൻ കൽത്തുറുങ്കിൽ അറച്ചു കളയും എന്ന് പറഞ്ഞ ഫിർഔൻ, ഏറ്റവും വലിയ ധിക്കാരി, ഏറ്റവും വലിയ താഗൂത്ത്, ആ താഗൂത്തിന്റെ നാട്ടിൽ, ആ താഗൂത്തിന്റെ വീട്ടിൽ, കൊട്ടാരത്തിൽ, ആ താഗൂത്തിന്റെ കിടപ്പറയിൽ, ആ താഗൂത്തിന്റെ സഹധർമ്മിണിയായി ജീവിച്ച ആസിയത്തു റളിയല്ലാഹു തആല അൻഹയാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്കുള്ള ഉപമയായി എടുത്തു കാണിച്ചു. എന്താണ് അതിന്റെ കാര്യം? ഏത് പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരാൾക്ക് പൂർണ്ണനായ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റും. അതേ സന്ദർഭത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലും ഒരാൾക്ക് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ പറ്റും. അതിനുള്ള ഉദാഹരണമാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചിട്ടുള്ള സഹാബി വര്യന്മാരിൽ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നും പൂർണ്ണത നേടി എന്ന് പറയുന്ന ആളുകളുടെ ചരിത്രങ്ങൾ അതിനുള്ള സാക്ഷ്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സലഫിയത്ത് ഉൾക്കൊണ്ട ഒരാൾക്ക് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണെങ്കിലും ഇന്ത്യ രാജ്യത്താണെങ്കിലും, ഇന്ത്യ രാജ്യം എന്ന് മാത്രമല്ല സൗദി അറേബ്യയിലാണെങ്കിലും, അതല്ല നമ്മൾ മശ്രിഖിലോ മഗ്രിബിലോ ഏത് പ്രദേശത്താണെങ്കിലും അയാളുടെ ഇസ്ലാമിന് ഊനം തട്ടാതെ ഭംഗം വരുത്താതെ അയാൾക്ക് പൂർണ്ണ മുസ്ലിമായി ജീവിക്കുവാനുള്ള സംവിധാനമാണ് ഇസ്ലാമിന്റേത്. അതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സംവിധാനത്തിന്റെ സവിശേഷത. നമുക്ക് മൂന്നവസ്ഥകളുണ്ടാകും. വളരെ സൂക്ഷിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഹാലത്തുൽ ഇഖ്തിയാർ. ഹാലത്തുൽ ഇഖ്തിയാർ എന്നാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയാം. എന്താ ഹാലത്തുൽ ഇഖ്തിയാർ? നമുക്ക് നമ്മുടേതായ ഡിസ്ക്രിഷൻ, സ്വന്തമായ വിവേചനാധികാരം, പൂർണ്ണമായ സ്വാതന്ത്ര്യം, എന്താണോ മതം, ആ മതം നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഴുവനും നടപ്പിൽ വരുത്തുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഒരവസ്ഥ അത് കിട്ടും. അത് കിട്ടുന്നത് വളരെ കുറഞ്ഞ കാലത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ഹാലത്തുൽ ഇഖ്തിയാർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ജീവിതം, മക്കയിലുണ്ടായിരുന്ന ജീവിതം അങ്ങനെ ആയിരുന്നില്ല. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിനു ശേഷം പിന്നീടാണ് ആ അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ മുസ്ലിങ്ങൾ നീങ്ങിയെത്തിയത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുമ്പോ
മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കിരാതമായി മർദ്ദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ചില സ്വഹാബിവര്യന്മാർ വന്നിട്ട് റസൂലുള്ളാഹിനോട് മുഖത്തടിച്ചതും പുറത്തടിച്ചതും പീഡിപ്പിച്ചതും അതിന്റെ പാടുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും, നബിയെ, ഞങ്ങളെ ഈ ആളുകൾ മർദ്ദിച്ചതിന്റെ പാടുകൾ താങ്കൾ കാണുന്നില്ലേ? അലാ തസ്തൻസിറുല്ലാഹ ലന അലാ തദ്ഉല്ലാഹ ലന, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യൂലേ, ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിനു വേണ്ടി അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കില്ലേ എന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താണ്? നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾക്ക് നല്ല സമയം വരാനുണ്ട്, ഹാലത്തിൽ ഇഖ്തിയാർ വരാനുണ്ട്. നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരാൾക്ക് നിർഭയമായി സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ അള്ളാഹ് ഇവിടെ കൊണ്ടുവരുന്നില്ല. വലാകിന്നകും ഖൗമുൻ തസ്തഅജിൽ. മദീനയിലെത്തിയപ്പോൾ സ്ഥിതി മാറി. അന്ന് അവര് ശക്തിയുള്ള ആളുകൾ പോലും ഒന്നങ്ങോട്ട് തിരിച്ചടിക്കട്ടെ, എങ്ങോട്ടടിക്കണോ അങ്ങോട്ട് പോയി അടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ കൽപ്പന പ്രകാരം അവർക്ക് ആജ്ഞ നൽകിയത് കുഫു ഐദിയക്കും, അലൻ തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയക്കും. ഇല്ല, നിങ്ങൾ നിയന്ത്രണം പാലിച്ചിരിക്കണം, നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കുക, നിങ്ങൾ നിങ്ങളുടെ കൈകൾ അടക്കി വെച്ചുകൊള്ളുക, സമയമായിട്ടില്ല. മദീനയിൽ വന്നു, സൗകര്യങ്ങളൊക്കെ ആയി, പൂർണ്ണമായ സ്വാതന്ത്ര്യമായി. ഈ പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഒരവസ്ഥ ഹാലത്തുൽ ഇഖ്തിയാർ, ഇതിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് മൊത്തത്തിൽ നമുക്കുള്ള ദീനിന്റെ കൽപ്പനകൾ അധികവും കാണുക. അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് ഈ ഹാലത്തുൽ ഇഖ്തിയാറിന്റെ വിധിയാണ്. ഡിസ്ക്രിഷണൽ സ്റ്റേറ്റിൽ നമുക്ക് ചെയ്യാനുള്ളതാണത്. അത് ചില ആളുകൾ, ഇതിന്റെ സംഘാടകർ അടുത്ത ആൾ വരുമ്പോൾ എന്നെ ആ നിമിഷം മുന്നോട്ട് നിൽക്കാൻ പറയണം, അയാളെ സമയത്തിലേക്ക് ഞാൻ കടന്നു കയറാൻ ഉദ്ദേശിക്കുന്നില്ല, ആളെത്തിൻ്റെയും പറയണം. എത്തുന്നത് വരെ ഞാൻ തുടരും, കാരണം എനിക്ക് വിഷയത്തിലേക്ക് എവിടെയും പ്രവേശിക്കാൻ പറ്റില്ല. ഇഖ്തിയാർ ഇതാണ്. അപ്പോ ഇതിന് പറഞ്ഞു, ഏതുപോലെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത് ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ സംഘാടകരോട് പറഞ്ഞാണ്, ഞാനത് ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് സമ്മതിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. താങ്കൾ ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചു കാണും. അതിന്റെ മുമ്പത്തെ ആളും ഇതിന്റെ പിമ്പത്തെ ആളും അതിന് തയ്യാറാണ്, ഞാനതിന് തയ്യാറല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഈ സദസ്സിൽ നിന്ന് പോകുന്നതിന് എനിക്ക് വിഷമമല്ല, ഇല്ല അല്ല സദസ്സിനോട് നിർത്താന്ന് പറഞ്ഞാൽ നിർത്തുന്നതിനും എനിക്ക് വിഷമം. എന്റെ കാര്യം അത്രയും, അത് അവരോട് പറയും. അതെ, അത് നമ്മൾ തമ്മിൽ അതിനെ സംബന്ധിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യം അല്ല. ഈഗോന്റെ പ്രശ്നമല്ല, ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞൊരു കാര്യം. അങ്ങനെ നിങ്ങളൊരു ഇതിലിന്റെ കാര്യമില്ല, കാരണം നിങ്ങൾ മനസ്സിലാക്കി വേണമായിരുന്നു സംസാരിക്കാൻ. കാരണം അതിന്റെ കാര്യം വളരെ ക്ലിയറായി പറഞ്ഞു. മാത്രമല്ല, ഞാൻ ഈ ഹുസുമാത്ത് ജിദാൽ എന്ന് പറയുന്നത് ദീനിന്റെ എതിരാനുള്ള കാര്യം ഞാൻ ഇവിടെ വിശദീകരിച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറയുമ്പോൾ അതിന് വേറെ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. നിൽക്കും, ഏതാണെങ്കിലും സംഘാടകർ എന്നോട് നിർത്തുമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ തുടരും. അടുത്ത ആൾ എത്തി എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഒഴിവായി തരും. ഏതാണെങ്കിലും ഇഖ്തിയാറിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ഇഖ്തിയാറിന്റെ തത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഹകം ഇബ്നു അംർ അൽ-ഗഫാരി عن النبي صلى الله عليه وسلم قال لا طاعة لمخلوق في معصية الخالق. ഇതാണ് അതിന്റെ ബേസ്. നമുക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യമുള്ള ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ പാടില്ല. എങ്ങനെ? ലാ തഅത ലി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയെയും നമ്മൾ അനുസരിക്കാൻ പാടില്ല. ഫീ മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹുവിന് അനുസരണക്കേടാകുന്ന ഒരു കാര്യത്തിൽ. ഇത് നമ്മളൊക്കെ കേട്ടൊരു കാര്യമാണ്. ഇതിന്റെ അപ്ലിക്കേഷനിലാണ് നമുക്ക് എന്ത് പറ്റുന്നത്? അബദ്ധം പറ്റുന്നത്. അതുകൊണ്ട് അടുത്ത ഹാലത്തുൽ ഇഖ്തിയാർ അല്ലാത്തയിടത്ത് ഈ വിഷയത്തിൽ ചില നീക്കുപോക്കുകൾ ഇസ്ലാം അനുവദിച്ചു വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ ഇത് ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അവിടെ നമ്മൾ അനുസരിക്കണ പ്രശ്നമല്ല. ചില നിർബന്ധിതാവസ്ഥകളുണ്ട്, അതിൽ ചിലപ്പോതുണ്ട്. ഏതുപോലെ وَإِنْ جَاهَدَاكَ عَلَى أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا. നിന്റെ മാതാപിതാക്കൾ നിന്നോട് എന്നിൽ പങ്കുചേർക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ നീ അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ അവരുമായി ഏറ്റവും നല്ല നിലയിൽ നീ സഹവർത്തിക്കേണ്ടതുമാകുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞു. ഇതൊക്കെ എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഇതൊരവസ്ഥ, അതിന്റെ ബേസ് ഇതാണ്. അത് ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിലില്ല എന്നുള്ള ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഹാലത്തുൽ ഇഖ്തിയാറിലല്ല.
നമ്മളുള്ളത് രണ്ടാമത്തെ അവസ്ഥയിലേക്കാണ്. എന്താണ് രണ്ടാമത്തെ അവസ്ഥ? ഹാലത്തുൽ ഇൽത്തിറാർ എന്ന് പറയും. ഇൽത്തിറാറിന്റെ അവസ്ഥ എന്ന് പറയും. ഒരുപാട് കൺസ്ട്രെയിൻസ്, ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, ഒരുപാട് നിർബന്ധിതാവസ്ഥകളുണ്ട്. ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറെ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ചില അവസ്ഥകളുണ്ട്. ഈ ഹാലത്തുൽ ഇൽത്തിറാർ, നിയന്ത്രിതമായ അവസ്ഥകൾ, ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നിയന്ത്രിതമായ അവസ്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹ് അതിന്റെ നിയമങ്ങൾ വെച്ചു. അള്ളാഹ് ആദ്യം പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യനെയും അവന്റെ കഴിവിൽപ്പെടാത്ത ഒന്ന് അള്ളാഹു അവന്റെ മേൽ ചുമത്തുന്ന പ്രശ്നമില്ല. സാഹചര്യമില്ലാതെ ചെയ്യണമെന്ന് അള്ളാഹു നമ്മളോട് പറയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്ന ഈ ദീനിൽ നിങ്ങൾക്ക് താങ്ങാനാവാത്ത പ്രയാസങ്ങൾ, ഹറജുകൾ, കുറ്റങ്ങൾ അള്ളാഹു വെച്ചിട്ടില്ല. അതുപോലെ തന്നെ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. എത്രത്തോളം പറഞ്ഞു? വത്തഖുല്ലാഹ മസ്തതഅ്തും. ഹാലത്തുൽ ഇൽത്തിറാറിൽ എത്രത്തോളമാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അത്രയുമാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ കാര്യം. ഇത് ചിലർക്ക് മനസ്സിലാവില്ല. ഈ രണ്ടവസ്ഥയും വേർതിരിയാത്തതുകൊണ്ട് അവിടെ പറഞ്ഞത് ഇവിടത്തേക്ക്, ഇവിടെ പറഞ്ഞത് അവിടത്തേക്കും കൊണ്ടുപോകും. ഒന്നുകിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടി അനുഷ്ഠാന തീവ്രത അല്ലാത്തത് അല്ലെങ്കിൽ തെറ്റായി പ്രയോഗവൽക്കരിക്കുന്നവർ എന്ന് പറയുന്നവർ ഹാലത്തുൽ ഇഖ്തിയാറിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇൽത്തിറാറിലും അവർ വാശി പിടിക്കും. പ്രശ്നങ്ങളാകും, വീട്ടിൽ പ്രശ്നമാകും, നാട്ടിൽ പ്രശ്നമാകും, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളാകും. ആര് തെറ്റി? അതിന് അള്ളാന്റെ ദീൻ തെറ്റിയില്ല. ഇസ്ലാമിന്റെ മുഖ്യധാരയിലുള്ള സലഫ് സ്വാലിഹ്യങ്ങൾ തെറ്റിയില്ല. സലഫ് സ്വാലിഹ്യങ്ങളെ പിന്തുടരുന്ന സലഫികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തെറ്റിയില്ല. തെറ്റിയത് എന്താണ്? ഇദ്ദേഹത്തിന്റെ ഫഹ്മിലുള്ള കുറവാണ്. അതുകൊണ്ടാണ് അബുൽ ഉസ്ൽ ഹനഫി അദ്ദേഹം അഖീദത്തു സഹാവിയയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്, സൂഉൽ ഫഹ്മി അനില്ലാഹി വറസൂലിഹി അസ്ലു കുല്ലി ബിദ്അത്തിൻ വളലാലത്തിൻ നശഅത് ഫീ ദീനിൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ ബിദ്അത്തുകളുടെയും വലാലത്തുകളുടെയും അസ്ല്, അടിസ്ഥാനം സൂഉൽ ഫഹ്മി അനില്ലാഹി വറസൂലിഹി, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാത്തതാണ്. ഹാലത്തുൽ ഇഖ്തിയാറിൽ പറഞ്ഞ കാര്യം ഹാലത്തുൽ ഇൽത്തിറാറിലേക്ക് പ്രയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ പൊരുത്തക്കേടുകൾ വരും. എന്നാൽ ഹാലത്തുൽ ഇൽത്തിറാർ ആണ് എന്ന് പറഞ്ഞിട്ട് ഇഖ്തിയാറുള്ളിടത്ത് ഇത് വീഴ്ച വരുത്തുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്താണ് ഹാലത്തുൽ ഇൽത്തിറാർ? നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണുങ്ങൾ പറഞ്ഞു താടി പഠിക്കടാ, എനിക്ക് അല്ലെങ്കിൽ എന്റെ ഒപ്പം നടക്കാൻ പറ്റില്ല, എനിക്ക് ഷെയ്മ് തോന്നുന്നു, ഞാൻ ഇത്രയും സ്വർണ്ണൊക്കെ അയച്ച് വന്ന ആ കുടുംബത്തിൽ നിന്ന് വന്നോല, അതൊരു ഇൽത്തിറാറാ? അല്ല. ഇൽത്തിറാർ എന്ന് പറഞ്ഞാൽ ഞാനത് പറയാം, ബുലൂഗുൽ ഇൻസാനി ഹദ്ദൻ യഖ്ശാ മഅഹുൽ ഹലാക് ഔ മാ യുശ്ബിഹുൽ ഹലാക്. ഇതാണ് ലറൂറത്ത് എന്ന് പറയുന്നത്, ഇൽത്തിറാർ എന്ന് പറയുന്നത്. ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണം. ആ അവസ്ഥയിൽ നമ്മൾ ഭയപ്പെടുന്നു, ഒന്നുകിൽ നമുക്ക് നാശം സംഭവിക്കും, അല്ലെങ്കിൽ നാശം സംഭവിച്ചില്ലെങ്കിലും അതിനോട് സാമ്യമുള്ള മറ്റു നഷ്ടങ്ങൾ സംഭവിക്കും. ഇങ്ങനത്തെ അവസ്ഥ വരണം. അതെന്താണ്? നാശം സംഭവിക്കും, ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഞാനിവിടെ നഷ്ടപ്പെടും എന്ന് മുത്തയഖീനാണെങ്കിൽ അൽളറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്ത്, ആ അനിവാര്യത, അള്ള പാടില്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് അനുവാദം നൽകുന്നു. അതാണ് അൽളറൂറത്തു തുബീഹുൽ മഹ്ദൂറാത്ത്. വിലക്കപ്പെട്ട ചില കാര്യങ്ങൾ, ചിലപ്പോൾ പന്നിയിറച്ചി ഹലാലാകുന്നതൊക്കെ ആ സന്ദർഭത്തിലാണ്, അനുവദിക്കപ്പെടുന്നതൊക്കെ ആ സന്ദർഭത്തിലാണ്. ഇനി ഇത് പറഞ്ഞാലും ആയില്ല, നാശല്ലെങ്കിൽ വെറും നാശിക്കൊന്നുമില്ല, അതിന്റെ താഴെയാണെങ്കിലും നമുക്കിത് പറ്റും. മാ യുശ്ബിഹുൽ ഹലാക്. എന്താണ് മാ യുശ്ബിഹുൽ ഹലാക് എന്ന് പറഞ്ഞാൽ? ഹുവ മാ യഖാഫു അലാ ദീനിഹി ഔ അലാ ഇർദിഹി ഔ അലാ അഖ്ലിഹി ഔ അലാ മാലിഹി ഔ അന്നഹു യഖാഫു അൻ യഫൂത ഉദ്വൻ മിൻ അഅ്ളാഇഹി. ഈ 5 കാര്യങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ അതും വറൂറത്തായിട്ടാണ് പരിഗണിക്കുക. അയാളുടെ ദീനിന് ഭംഗം വരും, ദോഷം വരും, നാശം വരും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ദോഷം വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ദോഷം വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധനത്തിന് ദോഷം വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരിക അവയവങ്ങളിൽപ്പെട്ട അവയവം നശിച്ചു പോകാനിടയായി എന്ന് വരും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ലറൂറത്തായി തീരുന്നത്. ഈ ലറൂറത്തിന്റെ സന്ദർഭങ്ങളിൽ അൽളറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്. ഇപ്പൊ 2ാമത്തെ ഘട്ടമായി. ഇനി 3ാമത്തെ ഘട്ടം ഹാലത്തുൽ ഇക്റാഹാണ്. ഈ 3 ഘട്ടങ്ങൾ സ്വാപ്പ് ചെയ്തിട്ട്
ഈ 3 ഘട്ടങ്ങൾ സ്വാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാവരുമായി പൂർണ്ണമായ ഒരു കോഹറൻസോട് കൂടിയിട്ട്, ഒരു ഹാർമണിയോട് കൂടിയിട്ട്, അത് സമൂഹത്തോട് മാത്രമല്ല പ്രകൃതിയിലുള്ള പാരിസ്ഥിതികമായ മുഴുവൻ ഘടകങ്ങളോട്, ഇവിടുത്തെ ജീവിയവും അജീവിയവുമായ വസ്തുക്കളോട്, അതുപോലെ തന്നെ മനുഷ്യരോട്, ജന്തുലോകത്തോട്, മനുഷ്യലോകത്തോട്, മുസ്ലിമീങ്ങളോട്, അമുസ്ലിമീങ്ങളോട്, കുടുംബത്തോട് ഒക്കെ നമുക്ക് പൂർണ്ണമായ പൊരുത്തത്തിൽ പോകാൻ ഈ 3 സ്റ്റേറ്റുകൾ തമ്മിൽ മാറിക്കളിക്കുന്നതോടുകൂടി സാധ്യമായി തീരുന്നു. ഇനി എനിക്ക് വേറെ പിന്നെ ഒരവസരത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി നിങ്ങൾ വേറെ കേൾക്കേണ്ടതാണ്. ആ കോൺസെപ്റ്റലൈസേഷൻ പൂർണ്ണമായി ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا. وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم بما وصى الله به الأولين والآخرين. وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله فاتقوا الله يا عباد الله. സഹോദരന്മാരെ, ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ പിന്തുടരുന്ന രീതിയെ സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ മുതിർന്നിട്ടുമില്ല. എന്നോട് ബഹുമാന്യനായ ബഷീർ സാഹിബ് പറഞ്ഞു, കുറച്ചാളുകൾ അവർ മുൻവിധിയോ അല്ലെങ്കിൽ വലിയ പക്ഷപാതിത്വമോ ഒന്നുമില്ലാത്ത സത്യാന്വേഷികളാണ്. അവരുടെ മുന്നിൽ സലഫിയ്യത്ത് എന്താണ് എന്നും ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സലഫി സമീപനം എന്ത് എന്നും നിങ്ങളൊന്ന് വിശദീകരിക്കണം. എന്റെ വൈയക്തികമായിട്ടുള്ള ചില തടസ്സങ്ങൾ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ കാര്യം സമ്മതിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കേണ്ടതുണ്ട് ഈ സദസ്സിനോട് നീതി പുലർത്തുന്നതിന് വേണ്ടി. ഒന്ന്, ആരാണ് സലഫികൾ, എന്താണ് സലഫിയത്ത് എന്ന് നിങ്ങളെ തെര്യപ്പെടുത്തേണ്ടതുണ്ട്. 2, ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് സലഫികൾ സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടത്, അതിന്റെ ഇസ്ലാമികമായ മാനങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. ഇത് രണ്ടും കൂടെ പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഒരു വിഷയവും പൂർണ്ണമാകാതെ അങ്ങ് സ്പർശിച്ച് പോവുക എന്നത് എനിക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആരാണ് സലഫികൾ, എന്താണ് സലഫിയത്ത് എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വരും. അതിനുശേഷം ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടുന്ന രീതി എങ്ങനെ എന്നത് സംബന്ധിച്ച്
സലഫി കാഴ്ചപ്പാട് വിശദീകരിക്കുമ്പോൾ മണിക്കൂറുകൾ പിന്നെ എടുക്കും. അതുകൊണ്ട് ഈ സദസ്സിനോട് ഞാൻ നീതി പുലർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആദ്യമായി ആവശ്യപ്പെടുകയാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നു. പറയുന്ന മാത്രയിൽ തന്നെ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വിമർശിക്കാം, അതിനെതിരിൽ ഒരു ചോദ്യം എഴുതി വിടാം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ എനിക്ക് തൽക്കാലം അതിന് മറുപടി പറയാനുള്ള ഉദ്ദേശമില്ല എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. അത് ഇതുപോലുള്ള ഒരു സദസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന പേടിയല്ല, മറിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന, ഞാൻ സത്യമാണെന്നും ഞാൻ ദീനാണെന്നും മനസ്സിലാക്കുന്ന സലഫിയത്തിന്റെ താൽപര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്ന്, വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതുകൊണ്ട് മാത്രം ഞാൻ അതിന് മുതിരുകയും ഇല്ല. വല്ലാഹ നസ്തഈൻ വ അഖൂൽ. ആരാണ് സലഫികൾ? ധാരാളം നമ്മൾ കേട്ടുവരാറുണ്ട് എന്നല്ല, ഒരു പക്ഷേ സലഫികളാണ് ഒരു ബഹുസ്വര സമൂഹത്തിന് ഏറ്റവും അധികം അസമാധാനങ്ങളും കാലുഷ്യവും ഉണ്ടാക്കുന്ന വിഭാഗം എന്നത് ഏറെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്റെ മുഖത്തേക്ക് പലരും നോക്കുമ്പോൾ ഒരു പ്രതിയെ നോക്കിക്കാണുന്നത് പോലെയൊക്കെ കാണുന്നുണ്ടാകാം, ചിലർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആരാണ് സലഫികൾ? സലഫികൾ എന്ന് പറയുന്നത് വഹുമുല്ലദീന യത്തബിഊന السلف الصالح رضي الله عنهم اجمعين. സച്ചരിതരായ സലഫുകളെ പിന്തുടരുന്ന, പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ, അവരാണ് സലഫികൾ. അപ്പോൾ ഒരു സംശയം നമുക്ക് വീണ്ടും വന്നു, ആരാണ് സച്ചരിതരായ സലഫുകൾ? അത് നിർവചിക്കപ്പെടേണ്ടതുണ്ടല്ലോ. സമയത്തിന്റെ ദൗർലഭ്യം കാരണത്താൽ ഞാൻ നീട്ടുന്നില്ല, ഒരു കാര്യവും ആവർത്തിക്കാനും പോകുന്നില്ല. ആർക്കെങ്കിലും പിന്നെ ആവശ്യമാണെങ്കിൽ മൊബൈലിലോ മറ്റോ റെക്കോർഡ് ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സമല്ല. ആരാണ് സച്ചരിതരായ സലഫുകൾ? അസ്സലഫ് അസ്വാലിഹ് റളിയല്ലാഹു അൻഹും. ആരാണവർ? വഹും അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم التابعون وتبع الاتباع. സച്ചരിതരായ സലഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. സ്വഹാബികൾക്കാണ് സലഫുകൾ എന്ന് പറയാം. അവരെ കഴിഞ്ഞാൽ തൊട്ടടുത്ത തലമുറയായ താബിഉകളും അതിനുശേഷം വന്ന താബിഉകളുടെയും തലമുറ, അവരും സലഫു സ്വാലിഹുകളിൽ ചേരുന്ന വിഭാഗമാണ്. ഇത്രയും ഞാൻ പറയുമ്പോ എന്താണ് സുബൈറ പറഞ്ഞതിനുള്ള തെളിവ് എന്ന് നിങ്ങൾ ആലോചിക്കും. അത് അനിവാര്യമാണ്. ഖൗലുല്ലാഹി തബാറക വതആല ഫീ സൂറത്തി തൗബ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. തൗബയിലെ 100-ാമത്തെ വചനം. ഇസ്ലാമിലേക്ക് ആദ്യമായി മുൻകടന്നു വന്നിട്ടുള്ള മുഹാജിറുകളും അൻസ്വാറുകളും അവരെ കുറിച്ചാണ് ചർച്ച. അഥവാ സഹാബിമാര്, അവരൊന്നുകിൽ മുഹാജിറുകളാണ് അല്ലെങ്കിൽ അൻസ്വാറുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പൂർണ്ണ രൂപത്തിൽ ശരിയായ രൂപത്തിൽ അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകളും റളിയല്ലാഹു അൻഹും. ഈ പറഞ്ഞ വിഭാഗത്തെ നിങ്ങൾ എടുത്തു നോക്കൂ. സഹാബത്ത്, മുഹാജിറുകളും അൻസ്വാറുകളും അടങ്ങുന്ന സഹാബത്ത്, അവരെ ഏറ്റവും പൂർണ്ണ രൂപത്തിൽ നല്ല രൂപത്തിൽ പിന്തുടർന്നിട്ടുള്ള ആളുകൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻ, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരുമാണ്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ,
താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങൾ, സ്വർഗത്തോപ്പുകൾ അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹ അബദൻ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്. ദാലികൽ ഫൗസുൽ അളീം, ആ സ്വർഗം നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം, മഹത്തായ വിജയം. അള്ളാഹുവിന്റെ തൃപ്തി നേടുക, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നേടുക, ആ മഹത്തായ വിജയത്തിന്റെ അവകാശികളായി തീരുക. ഇതുദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ അൻസ്വാറുകളും മുഹാജിറുകളും അടങ്ങുന്ന സ്വഹാബികളാകണം, അല്ലെങ്കിൽ അവരെ പൂർണ്ണ രൂപത്തിൽ, ഉത്തമമായ രൂപത്തിൽ പിന്തുടരുന്ന ആളുകളാകണം. ഈ കാര്യം ഉറപ്പാണ്. ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പൂർണ്ണ രൂപത്തിൽ അവരെ പിന്തുടർന്നവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടുമോ? ആരൊക്കെ പെടും? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് നൽകിയിട്ടുള്ള, സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള, ഉത്തമരെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു തലമുറ ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ചു തന്നു. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, മൊത്തം മാനവരാശിയിൽ ഏറ്റവും ഉത്തമരായ ജനവിഭാഗം എന്റെ കൂടെ ജീവിക്കുന്ന ആളുകളാണ്, സ്വഹാബികളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് തൊട്ടുപിറകിൽ വരുന്ന തലമുറയാണ്, അഥവാ നമ്മൾ താബിഉകൾ എന്ന് പറയും. സുമ്മല്ലദീന യലൂനഹും, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തൊട്ടുപിറകിൽ വരുന്ന തലമുറകളാണ്. ഈ 3 തലമുറകളെയാണ് ഉത്തമരായ തലമുറകൾ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയും, സലഫു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്വഹാബികളാണ്. പിന്നെ പൂർണ്ണ രൂപത്തിൽ അവരെ പിന്തുടർന്ന താബിഉകളും താബിഉകളും അവരിൽ പെടും. ഇവരുടെ മാർഗം പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്നവരാരോ അവർക്ക് നമ്മൾ സലഫികൾ എന്ന് പറയും. ഇതാണ് ആ പേര്. വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രചാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ചെവി കൊടുക്കാറില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ദൂരീകരിക്കാൻ നിന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം ഈ ആയുസ് കാലം കൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയില്ല. അത് അതിന്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ സത്യമെന്ന് പൂർണ്ണ ബോധ്യമുള്ള തെളിവുകളുടെ പിൻബലമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോ ഇവര് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ, ഇവര് സലഫുകൾ, ഈ 3 തലമുറയും അവരെ പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ അസ്സലഫിയൂൻ, സലഫികൾ എന്ന് പറയും. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അഹ്ലുസുന്ന, സുന്നികൾ എന്ന് പറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയും. ചിലപ്പോൾ അസ്ഹാബുൽ അസ്രി വൽ ഹദീസ്, ഹദീസിന്റെയും പ്രമാണങ്ങളുടെയും ആളുകൾ എന്ന് പറയും. ചിലപ്പോൾ അൽ ഫിർഖത്തുൻ നാജിയ അത്വായിഫത്തുൽ മൻസൂറ, വിജയിച്ച കക്ഷി, രക്ഷപ്പെട്ട കക്ഷി, അള്ളാഹുവിന്റെ സഹായം ലഭിച്ച കക്ഷി എന്നർത്ഥത്തിലും പല വാക്കുകളും ഇവരെ സംബന്ധിച്ച് പറയും. ഇതൊക്കെ അവർക്കുള്ള പേരാണ്. അപ്പൊ സലഫികൾ എന്ന് പറഞ്ഞാൽ, സലഫുകൾ ഈ 3 തലമുറയിൽ നമ്മൾ അവസാനിപ്പിച്ചു. അവരെ പിന്തുടരുന്നവർ സലഫികളുമായി. അപ്പൊ സലഫികളെ സംബന്ധിച്ച് പൊതുവെ അവർ പറഞ്ഞു വരുന്ന നിർവചനം ഇതാണ്: കുല്ലു മൻ മളാ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അസരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം അവിടുത്തെ കാൽപ്പാടുകൾ പൂർണ്ണ രൂപത്തിൽ പിന്തുടർന്നു പോകുന്നവരാരൊക്കെയാണോ അവരെല്ലാവരും അഹ്ലുസുന്നയാണ്, അവര് അൽ ജമാഅയാണ്, അവര് ഫിർഖത്തുൻ നാജിയയാണ്, അവര് ത്വായിഫത്തുൽ മൻസൂറത്താണ്, അവര് സലഫികളാണ്. അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, നിരൂപക പണ്ഡിതന്മാർ സഹീഹെന്ന് വിധിച്ചിട്ടുള്ള ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യുന്നാസി ഖൈർ,
ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന വമൻ മഈ, ഞാനും എന്റെ കൂടെയുള്ള ആളുകളും സഹാബികളുമാണ് എന്ന് പറഞ്ഞു. ഖീൽ സുമ്മ മൻ യാ റസൂലല്ലാഹ്, തുടർന്നുകൊണ്ട് ചോദിക്കുന്നു, താങ്കളോടൊപ്പമുള്ള സഹാബികളുമാണ് മാനവരാശിയിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളെങ്കിൽ പിന്നെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ അലൽ അസർ, എന്റെ കാൽപ്പാടുകൾ അതിന്റെ തനതു രൂപത്തിൽ പിന്തുടരുന്നവരാരാണോ അവരാണ്. പിന്നെയും അദ്ദേഹം ചോദിച്ചു, സുമ്മ മൻ യാ റസൂലല്ലാഹ്, അവരെ കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഖാല ഫറഫളഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ആരെയും കൂട്ടിയില്ല, മറ്റുള്ളവരെ മുഴുവനും ഒഴിവാക്കി, നിരാകരിച്ചു. അപ്പൊ സലഫികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടി, സലഫുകളെ പിന്തുടരുന്നവരാണ്. സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, അവരെ പിന്തുടരുന്ന ഏതൊരാളും സലഫികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഖൈറുൻ നാസ് എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ 3 തലമുറ കഴിഞ്ഞാൽ ആ പിന്തുടരുന്ന ആളുകൾ മറ്റതൊരു തലമുറ അടിസ്ഥാനത്തിൽ തന്നെ റസൂലുള്ളാഹിനെ പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്നവരായിരുന്നു. പിന്നീട് വരുന്ന തലമുറകളിൽ നീതിമാന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഉണ്ടാവുക, തലമുറ മൊത്തത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇമാം ആജുരി തന്റെ ശരീഅയിൽ പറഞ്ഞു, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين. ഈ സലഫുകളായിട്ടുള്ള സഹാബത്ത്, താബിഉകൾ, താബിഉ താബിഉകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയിട്ടുള്ള ഈ അനന്തര സ്വത്ത്, ലെഗസി ഓഫ് ദ പ്രൊഫറ്റ്ഹുഡ്, ആരാണത് വഹിക്കുന്നത്? മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു, 3 തലമുറ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറകളിൽ നീതിമാന്മാരായ വ്യക്തികളാണ് ഈ ലെഗസി, ഈ അനന്തര സ്വത്ത്, മീറാസുൻ നുബുവ, അത് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ വസ്തു പറയാം, അവരെ നിങ്ങൾക്ക് വർണ്ണിച്ചു തരാം. യൻഫൂന അൻഹു തഹരീഫൽ ഗാലീൻ വൻതിഹാലൽ മുബ്തിലീൻ വതഅ്വീലൽ ജാഹിലീൻ. യൻഫൂന അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുതന്നിട്ടുള്ള ഈ മീറാസിൽ, അവിടുന്ന് വിട്ടേച്ചു പോയിട്ടുള്ള ഈ അനന്തര സ്വത്തിൽ, ഈ ദീനിൽ ഏതെങ്കിലും തരത്തിലുള്ള തഹരീഫൽ ഗാലീൻ, അതിര് വിട്ടു പോകുന്ന ആളുകൾ, അവർ നടത്തുന്ന തഹരീഫാത്തുകൾ, ഭേദഗതികൾ, മാറ്റത്തിരുത്തലുകൾ അവർ അംഗീകരിക്കില്ല, അതിനെ തീർത്തും പ്രതിരോധിക്കുന്നവരാണ്. വൻതിഹാലൽ മുബ്തിലീൻ, ബാത്തിലിന്റെ ആളുകൾ പുതിയ ഇല്ലാത്ത കാര്യങ്ങൾ കച്ചുകെട്ടി ഈ മതത്തിലേക്ക് മെല്ലെ മെല്ലെ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തീർത്തും പ്രതിരോധിച്ച് നിരാകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വതഅ്വീലൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകൾ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ മതത്തിലേക്ക്, മതത്തിന്റെ പ്രമാണങ്ങളിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കുകയും അവയെ നിരാകരിക്കുകയും മതത്തെ അതിന്റെ ആദിമ പരിശുദ്ധിയിൽ നിലനിർത്തിപ്പോരുന്ന ആളുകളുമായിരിക്കും അവർ. ഇതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സലഫു സ്വാലിഹിനെ അംഗീകരിക്ക, പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ സലഫുകൾ എന്ന് പറയുന്നത് ആ 3 തലമുറയിൽ. ഇനി അത് മനസ്സിലായി കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം പേര്? ഞാൻ ഒരുപാട് പേര് പറഞ്ഞതായിട്ട് ചിലർക്ക് തോന്നും, ഒരുപാട് പേര് ആ കൂട്ടത്തിൽ. അതെന്തിനാന്ന് ചോദിച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോട്ടെ. ഈ പേരുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ പേരുകളെല്ലാം അർത്ഥമാക്കുന്നത് അൽ ഇഖ്താറു അൻ മൻഹജിഹിം വഇല്ലാ ഫഹുമുൽ മുസ്ലിമൂൻ അൽ മുഅ്മിനൂൻ. ദീൻ അവർ സ്വീകരിക്കുന്നത് മെത്തേഡിക്കലി, തീർത്തും മെത്തഡോളജിക്കൽ അപ്രോച്ചിൽ മാത്രമേ അവർ ദീൻ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ദീൻ സ്വീകരിക്കുന്ന ആ മെത്തേഡിനെ സംബന്ധിച്ചിടത്തോളം അറിയിക്കാനാണ് ഈ പേര്. ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ഫദ്ഉ ബിദഅവല്ലാഹി അല്ലദീ സമ്മാകും അൽ മുസ്ലിമീൻ അൽ മുഅ്മിനീന ഇബാദല്ലാഹ്. നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന പേര് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിളിപ്പേര് മാത്രമാണ്. അൽ മുസ്ലിമീൻ അൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള പേര് മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്നാണ്. പിന്നെ ഈ സലഫികൾ
ത്വായിഫ മൻസൂറ, ഖനാജിയ, അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ എന്നൊക്കെ പറയുന്നത് ഇഖ്ബാർ അൻ മൻഹജിഹിം. എന്താ കാര്യമുണ്ടാ? പിന്നെ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, കാരണം വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സംഭവമാണ് സലഫിയത്ത് എന്നുള്ളതുകൊണ്ട് അത് പറയാതെ എനിക്ക് മറ്റതിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഒരു പക്ഷെ ഇന്ന് അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരവസരത്തിൽ വരാൻ ഞാൻ തയ്യാറായിരിക്കും. ഇന്ന് ഈ സദസ്സിനോട് ഇത് പാലിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. കാരണം ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിലുള്ള ഒരു മുസ്ലിമിന്റെ ജീവിത രീതി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം. പിന്നെ അത്ര നമ്മൾ വിചാരിക്കുന്ന ഒരു ലാളിത്യത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുമല്ല. അതുകൊണ്ട് തന്നെ ആ സംഗതികൾ ഞാൻ നിങ്ങളോടൊപ്പം എനിക്കുള്ള കാര്യങ്ങൾ അത് ഷെയർ ചെയ്യുന്നതിന് ഞാൻ ഒരു തടസ്സവും കാണിക്കുന്ന ആളല്ല. പക്ഷെ എന്താണ് ഈ സലഫിയത്തിന് മനസ്സിലാകാതെ ഞാൻ എത്ര പറഞ്ഞാൽ ബേസ് ഇല്ലാതെ ഒരു പൂഴിന്റെ മുകളിൽ നമ്മൾ കല്ലെടുത്താൽ പൂഴി ഒഴിഞ്ഞു പോകുന്നത് പോലെ പോകും. ഞാൻ വെള്ളത്തിൽ വരക്കുന്നുണ്ട്, ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ അക്ഷമരായിട്ട് കേൾക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. മനസ്സിലായി? എനിക്ക് തന്ന വിഷയമല്ലല്ലോ പറയുന്നത് എന്ന് ചിലർക്ക് തോന്നാം. പക്ഷെ അല്ല, ഞാൻ വിഷയത്തിലേക്ക് ഇങ്ങനെ വന്നേ എനിക്ക് പറ്റും, വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത് പേര് മുസ്ലിം മുഅ്മിൻ എന്ന് തന്നെയാണ്. ഒരാൾ സലഫി എന്ന് പറയുമ്പോൾ, അഹ്ലുൽ ഹദീസ് എന്ന് പറയുമ്പോൾ, അസരി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയാൾ ദീൻ സ്വീകരിക്കുന്ന രീതിയാണ്, രീതിശാസ്ത്രം മാത്രമാണ്. ഇനി എന്താണ് ഇവരുടെ ഈ മൻഹജ്, ഈ മെത്തഡോളജി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള, പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള സലഫികളും സ്വീകരിക്കേണ്ട മെത്തഡോളജി, അതിന്റെ ആകത്തുക എന്താണ്? കുറച്ചധികം പരത്തി പറയേണ്ട വലിയ ഒരു കാര്യമാണെങ്കിലും ഞാൻ ഈ സദസ്സിന്റെ സൗകര്യത്തിന് വേണ്ടി അതിനെ ചുരുക്കിയിട്ട് 5 പോയിന്റുകളിലേക്ക്, അതിന്റെ അർത്ഥം 5 പോയിന്റുകളുള്ളൂ എന്നല്ല. പക്ഷെ നമ്മൾ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് അതിനെ നമ്മൾ ചുരുക്കി കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ, അതിൽ ആദ്യത്തേത് മസാദിറു തലഖി ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ദീൻ സ്വീകരിക്കുന്നത് ഏത് സോഴ്സിൽ നിന്നാണ്? ആ സോഴ്സിന്റെ കാര്യം അതിവിടെ പരന്നു കിടക്കുക. നമ്മൾ ജീവിക്കുന്ന, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾക്ക് സലഫിയത്തിനോടുള്ള ചില എതിർപ്പുകളോ അല്ലെങ്കിൽ ചില അനുകൂല മനസ്ഥിതിയോ നിങ്ങൾക്കുണ്ടാകുന്നത് ഇത്തരം പോയിന്റിൽ നിന്നാണ്. ഏതാണ് നമ്മുടെ മസ്തർ? ഏതാണ് നാം ദീൻ സ്വീകരിക്കുന്ന, നാം അറിവ് സ്വീകരിക്കുന്ന സ്രോതസ്സുകൾ? അറിവ് സ്വീകരിക്കാൻ, ദീൻ സ്വീകരിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വീകരിക്കുന്നത് ഒരൊറ്റ സോഴ്സ് മാത്രമാണ്. ഏതാണത്? അല്ലാഹു പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ ഖലീലൻ മാ തദക്കറൂൻ. സൂറത്തുൽ അഅറാഫിലെ 3-ാമത്തെ വചനമാണ്. നിങ്ങൾ ഇത്തിബാഅ ചെയ്യേണ്ടത്, നിങ്ങൾ പിന്തുടരേണ്ടത് മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട് തന്നിട്ടുള്ള കാര്യം മാത്രമാണ്. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ, അല്ലാഹു ഇറക്കി തന്നിട്ടുള്ള ആ കാര്യമല്ലാത്ത മറ്റൊന്നും നിങ്ങൾ പിന്തുടരേണ്ടതില്ല, മറ്റൗലിയാക്കന്മാരെ പിന്നാലെ നിങ്ങൾ പോകേണ്ടതില്ല. ഖലീലൻ മാ തദക്കറൂൻ. ഇത് ലളിതമാണ്. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ കുറച്ചല്ലേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാഹു തന്നെ അങ്ങനെ പറയുന്നു. സലഫിയത്തിന്റെ ഏത് പോയിന്റ് എടുത്താലും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു പക്ഷെ എന്നെ കല്ലെറിയാൻ പറ്റും, ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ. സലഫിയത്തിന്റെ ഒരു പോയിന്റ് പോലും ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത്രയും സിമന്റഡ് ആണ്, ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ദീൻ സ്വീകരിക്കേണ്ടത് അള്ളാഹു ഇറക്കിയതിൽ നിന്ന് മാത്രമായിരിക്കണം. അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ പിന്തുടരാൻ പോകരുത്. ദീൻ കാര്യം സ്വീകരിക്കാൻ ആർക്ക് എതിർക്കാൻ പറ്റും? അള്ളാഹു ഇറക്കിയത് എന്ന് പറയുമ്പോൾ അതിന് 2 രൂപങ്ങൾ പിന്നീട് കൈവരുന്നു. ഏതാണ് ആ 2 രൂപങ്ങൾ? ഒന്നാമത്തേത് ഖുർആൻ എന്ന രൂപത്തിൽ, മുഅ്ജിസത്ത് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ കലാം. രണ്ടാമത്തേത് സുന്നത്ത് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വഹ്യ്. സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. അപ്പൊ അവിടെ 2ആയിട്ട് തിരിഞ്ഞു. 2ഉം വഹ്യാണ്. മാത്രമല്ല ആ 2 വഹ്യും 1, 2 എന്ന് നമ്മൾ പറയുമ്പോൾ അത് എണ്ണുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. പ്രാമാണികതയുടെ കാര്യത്തിൽ, ആധികാരികതയുടെ കാര്യത്തിൽ ഖുർആനിന് എന്ത് വിലയുണ്ടോ അതേ വില തന്നെ സുന്നത്തിനുമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലാ വ ഇന്നി ഊതീതുൽ ഖുർആന വ മിസ്ലഹു മഅഹു. അംർ ഇബ്നു മഅദി കരീം, മിഖ്ദാം ഇബ്നു മഅദി കരീമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും സഹീഹ് എന്ന് നിരൂപക പണ്ഡിതന്മാർ വിധിച്ചിട്ടുള്ളതുമായ ഹദീസാണ്. നിങ്ങൾ അറിയണം, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നൽകി. വ മിസ്ലഹു മഅഹു, ഈക്വലന്റ് ആയിട്ടുള്ളത്. മിസ്ൽ എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് ആണ്, തത്തുല്യമായിട്ടുള്ളത്. വേറൊന്നും തന്നു എന്നാണ് നമ്മൾ അതിന് മനസ്സിലാക്കി വെക്കുന്നത്. പലപ്പോഴും സൗകര്യപൂർവ്വം ഹദീസിന്റെ പ്രാധാന്യം കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഖുർആനും തന്നു, പിന്നെ കുറച്ച് ഹദീസും തന്നു. അല്ല, ആധികാരികതയുടെ കാര്യത്തിൽ, ഹുജ്ജിയത്ത്, പ്രാമാണികതയുടെ കാര്യത്തിൽ ഖുർആനിന് എന്തു വിലയുണ്ടോ അതേ വില തന്നെ ഈക്വലന്റ് ആയിട്ടുള്ളത് മറ്റൊന്നും തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിനെയും ഹദീസിനെയും നിങ്ങൾ വേർതിരിക്കാൻ പാടില്ല എന്നും തുടർന്നുകൊണ്ട് തന്നെ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നി ഖദ് തറക്തു ഫീകും ശൈഅൈനി ലൻ തളില്ലു ബഅദഹുമാ കിതാബല്ലാഹി വസുന്നതി വലൻ യതഫറഖാ ഹത്താ യരിദ അലയ്യൽ ഹൗൽ. രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴി തെറ്റുന്ന പ്രശ്നമേ ഇല്ല. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ, അതുപോലെ തന്നെ വസുന്നതി, എന്റെ ചര്യയും, വലൻ യതഫറഖാ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റേ നിങ്ങൾ ധാരാളം കേൾക്കുന്ന എനിക്കറിയാം. ഈ ഖുർആൻ സുന്നത്തും പ്രമാണമെന്ന അർത്ഥത്തിൽ ലൻ യതഫറഖാ, അവിഭാജ്യമായി തുടരുന്ന ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾക്ക് വേർതിരിക്കുക സാധ്യമല്ല. ഹത്താ യരിദ അലയ്യൽ ഹൗൽ, അത് രണ്ടും ഖുർആനും സുന്നത്തും ഖിയാമത്ത് നാളിൽ ഹൗലിന്റെ അരികിൽ വെച്ച് ഞാനുമായി സന്ധിക്കുന്നത് വരെ ഒന്നിൽ നിന്ന് വേർപ്പെടുത്തുക സാധ്യമല്ല. വല്ലാഹി, ഇവിടുത്തെ സുന്നത്ത് നിഷേധികളായ പല ആളുകളുമായി ആദ്യകാലങ്ങളിൽ സംസാരിച്ചപ്പോ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ഹദീസിനെ നമ്മൾ അങ്ങ് തള്ളിയാൽ തത്തുല്യമായ ഒരു ഖുർആൻ വചനം കൂടി അതിന്റെ കൂടെ പോകേണ്ടി വരും. അല്ലാതെ ഒരു ഹദീസിനെ മാത്രം ഒരാൾക്ക് തള്ളാൻ കഴിയില്ല. അത് അതിന്റെ വിശദമായൊരു പഠനത്തിൽ വരുന്ന കാര്യമാണ്. ഇപ്പൊ അതിലേക്ക് എനിക്ക് പോകാൻ നിവൃത്തില്ല. അതുകൊണ്ട് ഒരാൾ ഒരു ഹദീസിനെ തള്ളിയാൽ, സഹീഹായ ഒരു ഹദീസിനെ തള്ളിയാൽ തത്തുല്യമായ ഒരു വചനത്തെ ഖുർആനിൽ നിന്ന് അയാൾ ഇൻവാലിഡേറ്റ് ചെയ്തിരിക്കും, ഉറപ്പാണ്. അതിനെ വേർപിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൻ നിസായിൽ, പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, 150, 151 വചനങ്ങൾ. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറുസുലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ് വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖൻ വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന. കുറച്ച് ആളുകളുണ്ട്, അവര് അള്ളാഹുവിലും അവന്റെ മുർസലീങ്ങളിലും അവിശ്വസിക്കുന്നവരാണ്. എങ്ങനെയാണ് അവരുടെ അവിശ്വാസം വരുന്നത് എന്നറിയോ? യുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി, അള്ളാഹനെയും അള്ളാന്റെ മുർസലീങ്ങളെയും അമ്പിയാക്കന്മാരെയും തമ്മിൽ വിവേചിക്കാൻ, വേർതിരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവർ പറയും നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, ചിലത് ഞങ്ങൾ സ്വീകരിക്കാം, അള്ളാഹ് ഇറക്കിയ ഖുർആനെ ഞങ്ങൾ എടുത്തോളാം, വനക്ഫുറു ബിബഅദ്, മറ്റു ചിലത് ഒഴിവാക്കാം, സുന്നത്തല്ലേ അത് പോകട്ടെ എന്ന് പറയും. എന്നാൽ വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല, ഖുർആനിൽ നിന്ന് കുറച്ചെടുക്കും, ഹദീസ് അവർക്ക് സൗകര്യമില്ലാത്തത് തള്ളും. ഇങ്ങനെ അതിന് ഇടക്കുള്ള ഒരു പഞ്ചായത്തിന്റെ മാർഗത്തിലൂടെ പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആരാണവർ? ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, അവരാണ് സത്യമായും കാഫിറുകളായ ആളുകൾ. അവർക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് നിന്ദ്യകരമായ ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ, സുന്നഹ് ഇത് നമ്മൾ പിന്തുടരണം. ഇതിൽ നിന്ന് മാത്രമേ നമ്മൾ ദീന് സ്വീകരിക്കാൻ പാടുള്ളൂ. മോഡേൺ സയൻസ് അല്ലെങ്കിൽ പഴയകാല വേദങ്ങൾ അല്ലെങ്കിൽ വേറെയുള്ള പ്രായോഗിക ബുദ്ധികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദീനിന്റെ കാര്യം തീരുമാനിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവരും. സയൻസിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സ്വരീഹായ അഖലിന്, നമ്മുടെ സ്വതസിദ്ധമായ ബുദ്ധിക്ക് അത് എതിരാണെങ്കിൽ അതൊക്കെ വിശദമായി വേറെ പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇല്ലല്ലേ, അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഏതാണെങ്കിലും ദീൻ സ്വീകരിക്കേണ്ട സോഴ്സ് വഹി മാത്രമാണ്. വഹി എന്ന് പറഞ്ഞാൽ കിതാബാണ്,
സുന്നത്താണ്, അത് തമ്മിൽ വേർതിരിക്കാൻ വിവേചിക്കാൻ പാടില്ല, വിവേചിക്കുന്ന ആളുകൾ കുഫറിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇത്രയും കാര്യം തെളിവുകൾ സഹിതമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അവരുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും ഇന്ന് ഖുർആന്റെയും സുന്നത്തിന്റെ ആളുകളാണ്. ആരാ ഖുർആൻ അംഗീകരിക്കാത്തവർ, ആരാ സുന്നത്ത് അംഗീകരിക്കാത്തവർ? ഖുർആനെ നിഷേധിക്കുന്ന ആരുമില്ല, സുന്നത്തിനെ നിഷേധിക്കും. എന്നിട്ട് എന്തുകൊണ്ട് അവർ അഭിപ്രായ വ്യത്യാസത്തിലകപ്പെടുന്നു? എന്തുകൊണ്ട് അവർ അഭിപ്രായ വ്യത്യാസത്തിലകപ്പെടുന്നു? മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മുഴുവൻ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായി തീരുന്ന പ്രശ്നമേതോ അതിനുള്ള പരിഹാരമാണ് സലഫികൾ അവരുടെ മൻഹജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആണിക്കല്ലായിട്ട് അവർ കാണുന്നത്. എന്താണത്? അഖ്ദുൻ നുസൂസ് അലാ ഫഹ്മി സലഫിന സ്വാലിഹ് റളിയല്ലാഹു അൻഹും. ഖുർആനിന്റെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അഥവാ പ്രമാണവാക്യങ്ങൾ, ഖുർആനാകട്ടെ ഹദീസാകട്ടെ, അത് സലഫു സ്വാലിഹുകളായ ആളുകൾ അഥവാ സഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അവരതിനെ വ്യാഖ്യാനിച്ച രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കുക. അവരതിനെ എങ്ങനെയാണ് ജീവിതത്തിന്റെ സന്ദർഭങ്ങളിലേക്ക് പകർത്തിയത്, ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത്, അതേ രൂപത്തിൽ പ്രയോഗവൽക്കരിക്കുക. ഇതാണ്, ഈ പ്രശ്നത്തിൽ നിന്നാണ് മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു പോകുന്നത്. ഈ ഒരു പ്രശ്നം ശരിയായ വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയാതെ തന്നെ അങ്ങ് കൊഴിഞ്ഞു പോകുമായിരുന്നു. ഇപ്പൊ ഭിന്നിക്കുന്നവർക്കൊക്കെ കയ്യിൽ ഖുർആനുണ്ട് ഹദീസുണ്ട്. എവിടെ അഭിപ്രായ വ്യത്യാസം വരുന്നത്? ഖുർആനിലും ഹദീസിലും അല്ല, അതിന്റെ അർത്ഥത്തിലാണ്, അതിന്റെ വ്യാഖ്യാനത്തിലാണ്, അതിന്റെ വിവക്ഷയിലാണ്, അതിന്റെ പ്രയോഗ രീതിയിലാണ്. ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇവർ പറയും ഖുർആൻ, ഹദീസ്, നുസൂസ് അഥവാ പ്രമാണവചനങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് മനസ്സിലാക്കിയ പോലെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ ചിലർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. ഇവര് തീരെ ബുദ്ധിക്ക് അതൊക്കെ ഈ വിഷയം നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി വരുമ്പോ നമ്മൾ മനുഷ്യബുദ്ധിയെ ഏതെങ്കിലും തരത്തിൽ ചവിട്ടിത്താഴ്ത്തുകയാണ് എന്ന് ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തോന്നുന്ന ആളുകൾ അല്ല. മനുഷ്യബുദ്ധിക്ക് നൽകേണ്ടതായ സ്ഥാനം നൽകുകയും എന്നാൽ മനുഷ്യബുദ്ധിയുടെ ഭൗതികമായ ധൂർത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് സലഫുകൾ മാത്രമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഈ ബൗദ്ധികമായ ധൂർത്ത്, ബുദ്ധി കൊണ്ടുള്ള ഈ ധൂർത്ത്, അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല, അതുണ്ടാക്കുന്ന ഭിന്നിപ്പ് ചെറുതൊന്നുമല്ല. ഇതിനുള്ള തെളിവ് ഒന്ന്, നേരത്തെ ഞാൻ ഓതി വെച്ചിട്ടുള്ള ആയത്ത് തന്നെ, സൂറത്ത് തൗബയിലുള്ള, അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അള്ളാന്റെ തൃപ്തി വേണോ, സ്വർഗം കിട്ടണോ, സ്വർഗത്തിൽ ശാശ്വതമാകണോ, ആ മഹത്തായ വിജയത്തിന്റെ അവകാശികളിൽ പെടണോ എങ്കിൽ നിങ്ങൾ സ്വന്തമായി ഖുർആനും ഹദീസുമായി അങ്ങ് പോയാൽ പോരാ, മറിച്ച് സഹാബത്തിനെ, മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന സഹാബത്തിനെ നല്ല രൂപത്തിൽ, പൂർണ്ണ രൂപത്തിൽ ഇത്തിബാ ചെയ്യണം എന്ന് സൂറത്തു തൗബയിൽ അല്ലാഹ് പറഞ്ഞിട്ടുള്ള വചനം. അല്ലാതെ ആയത്തു ഹദീസ് നമ്മൾ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാവുന്നതല്ല. അതിലൊരു അവ്യക്തത നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ രണ്ടാമത്തെ തെളിവ് സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്ത് 137-ാമത്തെ ആയത്ത്. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ അസ്സമീഉൽ അലീം. സൂറത്തുൽ ബഖറയിലുള്ള ആയത്താണ്. ഫഇൻ ആമനു, അവർ, മറ്റുള്ള ആളുകൾ, പിൻതലമുറക്കാർ, അവര് വിശ്വസിക്കുന്നു. ബിമിസ്ലി മാ ആമൻതും ബിഹി, വഹയിന്റെ പ്രഥമ അഭിസംബോധിത സമൂഹമായിട്ടുള്ള പ്രൈമറി ഓഡിയൻസ് ആരാണ്? സ്വഹാബികളാണ്. ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതു തന്നെ, തത്തുല്യമായത് അതു തന്നെയാണ് അവരും സ്വീകരിക്കുന്നത് എങ്കിൽ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ച അതേ കാര്യം അവർ വിശ്വസിക്കണം എങ്കിൽ ഫഖദ് ഇഹ്തദൗ, അപ്പോഴാണ് അവർ നേർമാർഗത്തിൽ വരുന്നത്. അല്ല വഇൻ തവല്ലൗ, അല്ല അത് 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ മണലാരണ്യത്തിലുള്ള ബുദ്ധിയില്ലാത്ത ചില ഏതോ കാട്ടുജാതിക്കാരുടെ ഗ്രാഹ്യത. നമ്മളിത് പറഞ്ഞാൽ 21-ാം നൂറ്റാണ്ട് 22-ാം നൂറ്റാണ്ടിലെ ബുദ്ധിരാക്ഷസന്മാര്, അതുകൊണ്ട് അവർ മനസ്സിലാക്കിയതുപോലെ അല്ല എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളാണ്.
ഫസയക്ഫീകഹുമുല്ലാ, അവരെ നിങ്ങൾ വിട്ടേക്കൂ, അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം സൂക്ഷ്മം അറിയുന്നവനുമാണ്. അപ്പൊ ഹിദായത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഖുർആന് ഹദീസ് മുന്നിൽ വെച്ചിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം നമ്മുടേതായ ഒരു വ്യാഖ്യാനം, നമ്മുടേതായ ഒരു വിവക്ഷ അങ്ങ് കൊടുത്താൽ ഹിദായത്ത് കിട്ടുമോ? കിട്ടുമെന്ന് അള്ളാഹു പറയുന്നില്ല. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും, ഞാനത് അണ്ടർസ്കോർ ചെയ്യാണ്, ബിമിസ്ലി മാ ആമൻതും. അപ്പൊ സഹാബത്ത് മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അസ്വസ്ഥത നിങ്ങളുടെ മനസ്സിൽ തോന്നും. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങളൊക്കെ അംഗീകരിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് ഞാൻ എനിക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചു, നിങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചാൽ കാര്യം നടപ്പിലാകുമോ ഈ നാട്ടിൽ? ആരും അംഗീകരിച്ചു തരില്ല. അതിനാണ് ഭരണഘടനാ ബെഞ്ച്. അതിലേതെങ്കിലും ഒരു ആർട്ടിക്കിൾ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അത് വായിക്കുന്ന ആളുകളുടെ ഗ്രാഹ്യതയിൽ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അത് തീരുമാനിക്കാൻ, അതിന് വ്യാഖ്യാനിക്കാൻ അതിന്റേതായ അവകാശികളുണ്ട്. ഖുർആൻ പോലെയുള്ള ഒരു പ്രാമാണിക ഗ്രന്ഥം, അള്ളാഹുവിന്റെ കലാം, അതിന്റെ വ്യാഖ്യാനം എന്ത് എന്നത് അള്ളാഹു തന്നെയാണ് പറയുന്നത്, മുഹമ്മദ് നബി പോലുമല്ല. സുമ്മ ഇന്ന അലൈനാ ബയാനഹു, നബിയെ താങ്കൾക്ക് ആ വചനം നാം ഇറക്കിത്തരിക മാത്രമല്ല, അതിന്റെ വ്യാഖ്യാനം എന്ത് എന്നത് നാം തന്നെയാണ് താങ്കളെ പഠിപ്പിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൈമാറിയിരിക്കുന്നു. ആ സഹാബത്ത് എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, അവിടെയെങ്ങാനും പാളിച്ചകളോ പാകപ്പിഴവുകളോ സംഭവിച്ചാൽ അത് തുടർന്നു പോകില്ല. തൽക്ഷണം വഹയിലൂടെ ഇടപെട്ടുകൊണ്ട് അത് തിരുത്തിയിരിക്കും. അതാണ് അവരുടെ ആധികാരികതയും, അതാണ് സഹാബത്തിന്റെ ആധികാരികതയും. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയത് പോലെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ ഹിദായത്ത് കിട്ടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇനിയും വേണോ തെളിവ്? സൂറത്തുൻ നിസാഇൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനസ്ലിഹി ജഹന്നമ വസഅത് മസീറ. അതിന്റെ അർത്ഥം ഒന്നും ഞാൻ പറഞ്ഞു പോകേണ്ട കാര്യമല്ല, നിങ്ങൾ ധാരാളം കേൾക്കുന്ന വചനങ്ങളായിരിക്കും. ഏതാണെങ്കിലും ശരി, സഹാബത്തിനെ പിന്തുടരണം എന്നുള്ളത് ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും പ്രയോഗവൽക്കരിക്കുന്നതിനും സഹാബത്തിനെ പിന്തുടരണം എന്നുള്ളത് ഈ പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. ആദ്യം പറഞ്ഞു ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമർ. ബുഖാരിയുടേതാണ് റിവായത്ത്. ഇമാം തിർമിദിയുടേതാണ് റിവായത്ത്. എന്റെ തൊട്ടു പിറകിൽ വരുന്ന രണ്ടാളുകൾ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ വ അർളാഹുമാ, അവരെ നിങ്ങൾ ഇഖ്തിദാ ചെയ്യണം, പിന്തുടരണം. ഈ രണ്ടാളുകളെ മാത്രമല്ല, തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ മൗഇദത്ത് ഉപദേശം കൊടുത്തപ്പോ ഇർബാദ് ഇബ്നു സാരിയ പറഞ്ഞു, ആ സംഭവത്തിരിക്കുന്നിടത്ത് റസൂലുള്ളാഹിന്റെ ഉപദേശം കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു പോയി, കഅന്നഹാ മൗഇദത്തു മുവദ്ദിഇൻ, ഒരു യാത്ര പറയുന്ന ഒരാൾ നൽകുന്ന ഉപദേശം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ത്യോസിയത്ത് നൽകിയാലും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഇങ്ങനെ ഹദീസുകളിലും ധാരാളമായി ഈ കാര്യം വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മൾ ദീൻ മനസ്സിലാക്കി, അവർ വ്യാഖ്യാനിച്ചതുപോലെ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചു, അവർ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കിയതുപോലെ അതിനെ നമ്മൾ പ്രയോഗവൽക്കരിച്ചാൽ അവർ നമുക്കുള്ള ഒരു സുരക്ഷിതത്വത്തിന്റെ വാൾവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ അമനത്തുൻ ലി ഉമ്മത്തി, അസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി. ഇമാം മുസ്ലിമിന്റേതാണ് റിവായത്ത്. എന്റെ സഹാബത്ത് നിങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്. നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ, നിങ്ങൾ വ്യതിചലിച്ചു പോകാതിരിക്കാൻ, നിങ്ങളിൽ വേണ്ടാത്ത തരത്തിലുള്ള വിശ്വാസപരമോ ആചാരപരമോ ആരാധനാപരമോ അതുപോലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ഉള്ള വ്യതിചലനങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾക്കുള്ള സുരക്ഷിതത്വത്തിന്റെ വാൾവാണ് എന്റെ സഹാബത്ത്. എന്റെ സഹാബത്തൻ പോയാൽ, സഹാബത്തിനെ വിട്ടാൽ പിന്നെ ഈ ഉമ്മത്തിന് പറയപ്പെട്ട എല്ലാ ദോഷങ്ങളും വരികയായി. സഹാബത്തിനെ തള്ളിയ, സഹാബത്തിന്റെ ഗ്രാഹ്യത പരിഗണിക്കാത്ത ആളുകൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക്, പിളർപ്പുകളിൽ നിന്ന് പിളർപ്പുകളിലേക്ക്, നാശങ്ങളിൽ നിന്ന് നാശങ്ങളിലേക്ക് അവർ കുതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനാലുമാണ്. മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്ത് 72 കക്ഷികളായി മുൻകാല സമുദായങ്ങൾ, ഈ ഉമ്മത്ത് 73 കക്ഷിയായി തീരും, അതിൽ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞപ്പോ എന്നെ മുറുകെ പിടിച്ചു എന്ന് മാത്രമല്ല നബി പറയണത്, അവർ ജമാഅത്താണ് എന്നും ആ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാണ് ആ ജമാഅത്ത് എന്ന് ചോദിച്ചപ്പോൾ ഖാല മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊന്നിലാണോ ആ മാർഗം തുടരണം. ഇത് നമുക്കുള്ള ഒരു സുരക്ഷിതത്വത്തിന്റെ വാൾവ് തന്നെയാണ്. ഇല്ല എങ്കിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയതിനെ അങ്ങ് വിട്ടിട്ട് നമ്മൾ സ്വന്തം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നാശം ഉറപ്പാണ്. അത് എന്റെ വാക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഉഖബത്ത് ബിൻ ആമിർ അൽ-ജുഹനി ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഹലാകു ഉമ്മത്തി ഫിൽ കിതാബി വൽ ലബൻ, എന്റെ ഉമ്മത്ത് നശിക്കുന്നത് ഫിൽ കിതാബ് ഖുർആൻ കൊണ്ടാണ്, വൽ ലബൻ പാല് കൊണ്ടുമാണ്. ഖാലു യാ റസൂലല്ലാഹ് മൽ കിതാബു വൽ ലബൻ, ഈ ഉമ്മത്തിന് നാശം വരും കിതാബ് കൊണ്ട് പാല് കൊണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ആ കിതാബ്, എന്താണ് ആ പാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അൽ ഖുർആൻ ഖാല യതഅല്ലമൂന അൽ ഖുർആന ഫയതഅവ്വലൂനഹു അലാ ഗൈരി മാ അൻസലല്ലാഹ്, അവർ വിശുദ്ധ ഖുർആൻ പഠിക്കും, പഠിച്ചിട്ട് ഖുർആനിനെ അവർ ഗ്രഹിക്കുന്നതും മനസ്സിലാക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും തഅ്വീൽ ചെയ്യുന്നത് വ്യാഖ്യാനിക്കുന്നത് അലാ ഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹ് ഏതൊരർത്ഥത്തിൽ ഏതൊരു ഉദ്ദേശത്തിൽ ഏതൊരു വിവക്ഷയിലാണോ ഇറക്കിയത് അതല്ലാത്ത വിവക്ഷയിൽ അവർ വ്യാഖ്യാനിക്കും. അതാണ് നാശം. അതല്ല ഇന്ന് നടക്കുന്നത്. അപ്പൊ ആരുടേതാണ് അല്ലാഹ് ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനം, ആരുടേതാണ് അല്ലാഹ് ഉദ്ദേശിച്ച വ്യാഖ്യാനം? നബി പറഞ്ഞു കൊടുത്തതും സഹാബത്ത് മനസ്സിലാക്കിയതും അല്ലാഹ് ഉദ്ദേശിച്ച വ്യാഖ്യാനം. നബി പറഞ്ഞു കൊടുക്കുകയും സഹാബത്ത് മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലാത്ത മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ ഏതൊക്കെയാണെങ്കിലും അതെല്ലാം അലാ ഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കാത്ത അല്ലാഹ് ഇറക്കാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു വയുഹിബ്ബൂനൽ ലബൻ, പിന്നെ പാല് കൊണ്ട് നശിക്കുന്നു പറഞ്ഞാൽ യുഹിബ്ബൂനൽ ലബൻ, ലബന് ഇഷ്ടപ്പെടും, പാല് ഇഷ്ടപ്പെടും. അങ്ങനെ മൃഗങ്ങളുമായിട്ട് ഫയബ്ദൂൻ, അവര് ബാദിയത്തിലേക്ക് കയറും, മരുഭൂമികളിൽ താഴ്വരകളിലേക്ക് പോകും. അങ്ങനെ ഫയദഊനൽ ജമാഅത്തി വൽ ജുമഅ വയബ്ദൂൻ, പിന്നെ ജുമഅ ഉണ്ടാവില്ല, ജമാഅത്തും ഉണ്ടാവില്ല. ആദ്യം 5 നേരത്തെ ജമാഅത്തുകൾ പോകും, പിന്നെ ഒരാഴ്ചത്തെ ജുമഅ പോകും. അങ്ങനെ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളുമായി അറിവിന്റെ കേന്ദ്രങ്ങളുമായി ബന്ധമില്ലാതെ അവരങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ പിന്നെ അവർക്ക് ദീനുമായി ബന്ധമില്ലാതെ ദീനിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകുന്നവരായി നശിക്കും. ഇതാണ് നാശത്തിന്റെ കാരണം. ഇതന്നെയാണ് ഇന്നത്തെ കാരണം. ഒന്നുകിൽ ദീനിൽ താല്പര്യമുള്ളവരുടെ നാശം, അല്ലെങ്കിൽ ദീനിൽ താല്പര്യമില്ലാത്തവരുടെ നാശം. ദീനിൽ താല്പര്യമില്ലാത്തവരുടെ നാശത്തെയാണ് ഇവിടെ പാലുകൊണ്ട് നശിക്കുന്നത് എന്ന് പറയാൻ അടുത്ത് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ദീനിൽ താല്പര്യമുണ്ട്, പക്ഷെ ഖുർആനും ഹദീസും അവനവന് തോന്നുന്ന സ്വാഭിപ്രായമനുസരിച്ച് സ്വേച്ഛപ്രകാരം വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോഴേക്കുള്ളത്. അതുകൊണ്ട് തന്നെ പാടില്ല. പ്രമാണവചനങ്ങൾ സ്വഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് മാത്രമേ വ്യാഖ്യാനിക്കാവൂ. ഇത് രണ്ടാമത്തേത്. മൂന്നാമത്തെ കാര്യം تقديم النقل على العقل والتسليم للنصوص والآثار. ഓരോ മനുഷ്യനും അവന്റെ സ്വന്തമായ അഭിപ്രായം ഉണ്ടാകും. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. സ്വന്തമായി അഭിപ്രായമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടാകില്ല. ഇത്തരം സ്വാഭിപ്രായങ്ങളെയും അവനവന്റെ യുക്തിയെയും മാറ്റിവെച്ചിട്ട് ഏതേത് വിഷയങ്ങൾ മതപരമായ വിഷയങ്ങൾ വരുന്നുവോ അവിടെയൊക്കെ തന്നെ നഖലിന് പ്രമാണത്തിന് മുൻഗണന നൽകണം. പ്രമാണത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന് അന്യഥാ കീഴ്പ്പെടുകയും ചെയ്യണം. ഇതാണ് സലഫികളുടെ മാർഗം. ഇതാണ് സലഫികളുടെ മാർഗം. ഇതാണ് അതിന്റെ നട്ട് ഷെല്ല്. ഇതാണ്. നമുക്ക് ബുദ്ധി ഉണ്ടാകും, നമുക്ക് നമ്മുടേതായ അഭിപ്രായം ഉണ്ടാകും, നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റു ചിലതായിരിക്കും. അതൊക്കെയാണെങ്കിലും ഒരു കാര്യം നഖലിൽ അഥവാ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ അങ്ങോട്ട് മാറ്റിവെച്ച്, നമ്മുടെ യുക്തി അങ്ങ് മാറ്റിവെച്ച്, നമ്മുടെ സ്വന്തമായ അഭിപ്രായങ്ങൾ അങ്ങ് മാറ്റിവെച്ച് അള്ളാഹുവിന്റെ വചനത്തിന്, ഖുർആനിന്റെ വചനത്തിന്, റസൂലുള്ളാഹിന്റെ വചനത്തിന് അന്യഥാ കീഴ്പ്പെടുക, സർവത്ര കീഴ്പ്പെടുക, ടോട്ടൽ സബ്മിഷൻ ഫോർ ദ വിൽ ഓഫ് അല്ലാഹ്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള തെളിവ് എന്താണ്? ഇതിനുള്ള തെളിവ് ആദ്യമായി അല്ലാഹ് നമ്മളോട് പറഞ്ഞു, ലാ തുഖദ്ദിമു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചാൽ അല്ലാഹ് ഈമാൻ നിന്റെ പേരിൽ നമ്മെ വിളിച്ചാൽ അതിന്റെ അർത്ഥം ഈമാൻ നിങ്ങളുടെ മനസ്സിൽ അങ്കുരിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി.
അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നിങ്ങൾ സൂപ്പർസീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് പ്രായോഗികമല്ല, അത് കാലത്തിന് നിരക്കുന്നതല്ല, അത് ശാസ്ത്രത്തിന് നിരക്കുന്നതായി തോന്നുന്നില്ല. ഇങ്ങനെ കുറെ ന്യായങ്ങൾ പറയാനുണ്ടായിരിക്കും ഓരോരുത്തരും. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ സഹിഷ്ണുതയില്ലാത്തവരാണെന്ന് നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചാലോ ഒരുപാട് തോന്നലുകൾ നമ്മുടെ മനസ്സിൽ വന്നിട്ട് അള്ള പറഞ്ഞതിനെയും റസൂൽ പറഞ്ഞതിനെയും നമ്മൾ അങ്ങ് സൂപ്പർസീഡ് ചെയ്ത് പോകും. അത് ചെയ്യരുത്. ഇത് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഹുജറാത്ത് അല്ലാഹു ആരംഭിക്കുന്നത്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തുകൊണ്ടത് പറയുന്നതെന്നറിയോ? ഒരു കാര്യം ന്യായമാണ്, സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നത് ഒരു വ്യക്തിയുടെ തന്നെ ജീവിതത്തിൽ ഇന്നെനിക്ക് ന്യായം, സത്യമെന്ന് തോന്നിയത് ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ശുദ്ധമായ ഫൂളിഷ്നെസ് ആയിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നും. അത് നമുക്ക് ഓരോരുത്തർക്കുള്ള അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് വളരെ യുക്തിഭദ്രമായ കാര്യമെന്ന് തോന്നുന്നത് എന്റെ സുഹൃത്തിന്, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും എന്തൊരു വിഡ്ഢിത്താണ് അയാൾ പറയുന്നത് എന്നും തോന്നും. മനുഷ്യബുദ്ധി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സത്യം മനുഷ്യരുടെ ബുദ്ധിയെ പിന്തുടരാൻ പോകരുത്, മറിച്ച് മനുഷ്യരും മനുഷ്യരുടെ ബുദ്ധിയും സത്യത്തെ പിന്തുടരണം. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹു പറയുന്നു, വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ ബൽ അതൈനാഹും ബിദിക്രിഹിം ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലുള്ള 71ാമത്തെ വചനമാണ്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഓരോ ആയത്തുകളും വിശദമായി മണിക്കൂറുകളെടുത്ത് ചർച്ച ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യേണ്ട, അസിമിലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ സാഹചര്യം അതല്ലാത്തത് കൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ ഷാർപ്പാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ഹഖ് മനുഷ്യരുടെ അഭീഷ്ടങ്ങളെയും മനുഷ്യരുടെ സ്വാഭിപ്രായങ്ങളെയും പിന്തുടരുകയായിരുന്നുവെങ്കിൽ, നേരെ തിരിച്ചാ വേണ്ടത്. എല്ലാവരും അവരുടെ ബുദ്ധിയും അവരുടെ യുക്തിയും അവരുടെ മനസ്സിലും സത്യത്തെയാണ്, അന്നിറക്കിയ സത്യത്തെയാണ് പിന്തുടരേണ്ടത്. അതിന് പകരം സത്യം മനുഷ്യരുടെ അഭിപ്രായത്തെ ഇങ്ങോട്ട് പിന്തുടരുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും? ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ. ആകാശങ്ങൾ അത്രയും നശിക്കുമായിരുന്നു, ഭൂമി നശിക്കുമായിരുന്നു, അവയിലുള്ള മുഴുവൻ വസ്തുക്കളും നശിക്കുമായിരുന്നു. കാരണം എനിക്ക് നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും മോശം. ആരാധനന്റെ കാര്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഇന്ത്യയിൽ ഒരു വിഭാഗം ആരാധിക്കുന്നത് മനുഷ്യന്റെ ലൈംഗിക അവയവത്തെയാണ്, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. മൊറോക്കോയിൽ അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ സ്ത്രീയുടെ ലൈംഗികാവയവത്തെ ആരാധിക്കുന്നവരായിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ ആരാധിക്കപ്പെടുന്നവൻ എത്രത്തോളം ഉദാത്തമായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. നമുക്കതിനെ അത് അത്രയും റിപ്പൾസീവായിട്ടാണ്, അതിനോട് നമുക്ക് വല്ലാത്തൊരു അവജ്ഞയാണ് തോന്നുക. പക്ഷെ അത് ചെയ്യുന്ന ആളുകൾക്ക് അത് എന്തൊരു നല്ല കാര്യമാണ്. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന നടത്തി ആകാശം പൊളിക്കും ഭൂമിയും പൊളിക്കും, അതായിരിക്കും എന്റെ ഫലം. അതുകൊണ്ട് ഓരോരുത്തരുടെയും അഭിപ്രായത്തിന് വില കൽപ്പിച്ച് സത്യം അതിന്റെ പിന്നാലെ പോവുക എന്നത് നടപ്പില്ല. മറിച്ച് എല്ലാവരുടെയും ബുദ്ധി, എല്ലാവരുടെയും യുക്തി, എല്ലാവരുടെയും മനസ്സ്, എല്ലാവരുടെയും സ്വത്വം സത്യത്തെ പിന്തുടർന്നേ പറ്റൂ. ഇല്ല എങ്കിൽ ആകാശഭൂമികൾ മുഴുവനും അവയിലുള്ള ചരാചരങ്ങൾ അത്രയും നശിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ബല്ലത്തൈനാഹും ബിദിക്രി. അവർ പിന്തുടരേണ്ടതായ ഉത്ബോധനം അവർക്ക് നാം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവർ മുഖം തിരിച്ചു പോവുകയാണല്ലോ എന്ന് പറഞ്ഞാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് എങ്ങനെയാ കണ്ടിരുന്നത്? ഒരിക്കൽ മുആദ എന്ന് പറയുന്ന ഒരു സ്ത്രീ, മുആദ, അവര് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ വന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, മാ ബാലുൽ ഹായിൽ തഖ്ലി സ്വലാഹ് തഖ്ലി സൗം വലാ തഖ്ലി സ്വലാഹ്. ആർത്തവകാരിയായ ഒരു സ്ത്രീ, നമസ്കാരത്താണ് ആരാധനാ കർമ്മങ്ങളിൽ നോമ്പിനേക്കാളും പ്രാധാന്യമുള്ളത്. ആ നമസ്കാരം ഖളാ വീട്ടുന്നുമില്ല, നോമ്പാണെങ്കിൽ അവര് ഖളാ വീട്ടുന്നുണ്ട്. എന്താണ് കാര്യം? യുക്തി കൊണ്ട് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു സ്ത്രീ അവരുടെ മെൻസ്ട്രുവൽ പീരിയഡിൽ അവർക്ക് നഷ്ടപ്പെടുന്ന നോമ്പ് അവർ നോറ്റുവീട്ടണം. അതേ സന്ദർഭത്തിൽ ആ പീരിയഡിൽ അവർക്ക് നഷ്ടപ്പെടുന്നതായ നമസ്കാരമാണെങ്കിലോ അത് നോറ്റുവീട്ടേണ്ടതുമില്ല. ബുദ്ധി ഏതാണ്? യുക്തി എന്താണ്? ഈ സദസ്സിലുള്ള എല്ലാവരും ഇതൊരു ചർച്ചയ്ക്കിടാണെങ്കിൽ പറയും, ആദ്യം അവര് ഖളാ വീട്ടേണ്ടത് എന്താണ്? നമസ്കാരമാണ്, പിന്നെയാണ് നോമ്പ് എന്ന് പറയും. ഈ ചോദ്യം കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ മുആദയോട് ചോദിച്ചു, അഹറൂരിയത്തുൻ അൻതി, നീ ഹറൂരി ചിന്താഗതിക്കാരിയാണോ? പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുന്നതിന് പകരം പ്രമാണങ്ങളെ അവനവന്റെ ബുദ്ധിയിലും യുക്തിയിലും ഇട്ടിട്ട് ബുദ്ധിക്കും യുക്തിക്കും സ്വാധീനം നൽകുന്ന ഒരു വിഭാഗം, ഖവാരിജികളിലെ ഏറ്റവും ഹാർഡ് ലൈനേഴ്സ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഹറൂരികൾ. അവരിൽപ്പെട്ടവളാണോ മുആദ നീ? അപ്പോൾ അവര് പറഞ്ഞു,
അല്ല, ലസ്തു ബിഹറൂരിയത്തിൻ വലാകിന്നി അസ്അൽ, ഞാൻ ഹറൂരിയത്തൊന്നുമല്ല, പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങ് ചോദിച്ചു പോയി എന്ന് മാത്രം. ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ, സഹാബത്തിന്റെ ആ സ്വതസിദ്ധമായ അവരുടെ ഭാവം, അവരുടെ ആ വിശുദ്ധി, അവരുടെ ആ പുണ്യം നിറഞ്ഞ മനസ്സ് നിങ്ങൾ നോക്കൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നോമ്പ് ഖളാ വീട്ടാൻ പറഞ്ഞിട്ടില്ല, നോമ്പ് ഖളാ വീട്ടാൻ പറഞ്ഞു, നമസ്കാരം ഖളാ വീട്ടാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഖളാ വീട്ടുന്നു, നമസ്കാരം ഖളാ വീട്ടുന്നില്ല. കൽപ്പിച്ചതെന്തോ അത് കേട്ടു, ഇത് മാത്രം. ഇതാണ്. ഇങ്ങനെ ചിലത് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടാം, ചിലത് ബുദ്ധിക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് വരാം. ബോധ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും പ്രമാണങ്ങളിൽ വന്ന കാര്യത്തിന് നമ്മൾ കീഴ്പ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, പ്രമാണങ്ങളെ കുറിച്ച്, ഖുർആനെ പറ്റി എന്തെങ്കിലും സ്വന്തമായ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അയ്യു അർളിൻ തുഖില്ലുനി വഅയ്യു സമാഇൻ തുളില്ലുനി ഇദാ ഖുൽതു ഫിൽ ഖുർആനി ബിറഅയി. ഖുർആനിന്റെ ഒരു വിഷയത്തിൽ, ഖുർആനിന്റെ ഒരു വചനത്തിൽ, ഖുർആന്റെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച്, സ്വന്തം അഭിപ്രായം അനുസരിച്ച്, സ്വന്തം യുക്തി അനുസരിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഏതൊരു ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക, ഏതൊരാകാശമാണ് എനിക്ക് നിഴലിരിക്കാനുണ്ടാവുക, എനിക്ക് താഴെ ഉണ്ടാവില്ല, മുകളിലുണ്ടാവില്ല, എന്റെ കാര്യം മഹാകഷ്ടം. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. പക്ഷെ നമ്മളോ ഇതുപോലെ വിളിച്ചു ചേർക്കപ്പെടുന്ന ഒരു സദസ്സിൽ വിശുദ്ധ ഖുർആനിലെ ഏതൊരു വചനം ചർച്ച കിട്ടാലും ഓരോരുത്തരും അവനവന്റെ യുക്തി അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ യഥേഷ്ടം മുന്നോട്ട് വെക്കും, പ്രസന്റ് ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ധൈര്യപ്പെട്ടില്ല. ഇനി അത് അബൂബക്കർ സിദ്ദീഖിന്റെ വ്യക്തിപരമായ ഒരു പരിമിതിയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഖലീഫ അസ്സാനി അർ-റാഷിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത്തഖുർ റഅയ ഫിദ്ദീൻ, ഇത്തഖുർ റഅയ ഫിദ്ദീൻ അല്ലെങ്കിൽ ഫീ ദീനിക്കും, രണ്ട് രൂപത്തിലും വന്നു. മതത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാഭിപ്രായങ്ങൾ, നിങ്ങളുടെ യുക്തികൾ, അത് നിങ്ങൾ പറയുന്നത്, അത് പ്രയോഗിക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ, ഏറ്റവും അപകടമുള്ളതാണ്. കാരണം മതത്തിന്റെ ആ പരിശുദ്ധി നശിപ്പിക്കും, അതിനെ ഡയലൂട്ട് ചെയ്യും, അതിനെ കറപ്റ്റ് ചെയ്യും. ദീന് വേറെന്താകും. ഓരോരുത്തരും അവനവന് പറയാനുള്ള ദീനിലേക്ക് കൂട്ടിച്ചേർത്ത അള്ളാന്റെ ദീനുണ്ടാകുമോ പിന്നെ? അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യം, ലൗ കാന അദ്ദീനു ബിർറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാ വഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംസഹു അലാ ളാഹിരി ഖുഫൈ. ബൂട്ട് തടവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ദീന് യുക്തി അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത് എങ്കിൽ ബൂട്ടിന്റെ മുകൾ ഭാഗത്തായിരുന്നില്ല തടവേണ്ടത്. അവിടെ ചളി പറ്റുന്നതിനേക്കാൾ കൂടുതൽ ബൂട്ടിന്റെ അടിയിലാണ് ചളി പറ്റുക, അവിടെയായിരുന്നു വെള്ളം കൊണ്ട് തടവി വൃത്തിയാക്കേണ്ടിയിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൂട്ട് തടവുമ്പോൾ ബൂട്ടിന്റെ മുകൾ ഭാഗം തടവുന്നതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് നബി എന്താണോ പറഞ്ഞത്, അള്ളാഹ് എന്താണോ അനുശാസിച്ചത്, നബി എന്താണോ നമ്മെ അറിയിച്ചത്, അത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിങ്ങൾക്ക് മുഅ്മിനീങ്ങളാകണം, നിങ്ങൾക്ക് ഈമാൻ വേണോ എങ്കിൽ ഈമാൻ ഉണ്ടാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ഒരു കാര്യത്തിൽ നബിയെ അവർ വിധികർത്താവാക്കണം. എന്നിട്ട് നബി അവർക്കൊരു വിധി നൽകിക്കഴിഞ്ഞാൽ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കൾ നൽകിയ വിധിയിൽ യാതൊരു പൊരുത്തക്കേടും, യാതൊരു അതൃപ്തിയും, യാതൊരു പ്രയാസവും മുഷിപ്പും തോന്നാതിരിക്കണം. വയുസല്ലിമൂ തസ്ലീമ, നബിയുടെ വിധിക്ക് സർവഥാ കീഴ്പ്പെടുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് മുസ്ലിമാകാൻ സാധിക്കുകയുള്ളൂ. ചിലത് എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രായവുമായിട്ട് എന്റെ പ്രായത്തോടത് നിരക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിയുമായി നിരക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന കാലഘട്ടവുമായി നിരക്കുന്നില്ല. പല കാരണത്താലും അതിനോട് നമുക്കൊരു അതൃപ്തി ഉണ്ടെങ്കിൽ, ഒരു മുഷിപ്പ് തോന്നുകയാണെങ്കിൽ അത് ഈമാനിനെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നാണ് ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഒരു മുഅ്മിനായ മനുഷ്യനോ അല്ലെങ്കിൽ മുഅ്മിനായ ഒരു സ്ത്രീക്കോ പാടില്ല, അല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ
അതിൽ അടുത്തൊരു ചോയ്സ് അന്വേഷിക്കാൻ അവർക്ക് പറ്റൂല. ഒരു ഹിയറത്ത്, അതിലൊരു അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു ചോയ്സ് നോക്കാൻ പറ്റൂല എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ആരല്ലാഹുവിനെയും അവന്റെ റസൂലിനും ധിക്കാരം കാണിക്കുന്നുവോ അവരേറ്റവും അധികം വഴിപിഴച്ചു പോയവർ തന്നെയാണ്. അതുകൊണ്ട് ഒരു മുഅ്മിൻ എങ്ങനെയായിരിക്കണം? إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ഈ കാര്യത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അൻ യഖൂലു, ഇങ്ങനെ പറയുക മാത്രമേ അവർ ചെയ്യുള്ളൂ. സമിഅനാ വഅതഅനാ, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങളത് അനുസരിച്ചിരിക്കുന്നു. അതിന്റെ യുക്തിക്ക് നിരച്ചിട്ടില്ല, എന്റെ അഭിപ്രായം മറിച്ചാണ് എന്ന് പറയാൻ ഒരു മുഅ്മിനിനും പാടില്ല. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ദുനിയാവിലും പരലോകത്തും വിജയം നേടുന്ന ആത്യന്തിക വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. അതിനാൽ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ അതിമനോഹരമായ ഒരു ഉദ്ധരണി ഇബ്നു ശിഹാബ് സുഹരിയുടേതായിട്ട് എടുത്തു ചേർക്കുന്നുണ്ട്. തഅലീഖായിട്ടുള്ള റിവായത്ത് എന്താണ് പറയുന്നത്? മിനല്ലാഹി അർ-റിസാല, മിനല്ലാഹി അർ-റിസാല, മാനവലോകം എങ്ങനെ ജീവിക്കണം എന്നുള്ള സന്ദേശം അത് എവിടെ നിന്നാണ് വരേണ്ടത്? അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വമിനർ റസൂലി അൽ ബലാഗ്, അത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തനത് രൂപത്തിൽ മാനവരാശിക്ക് കൈമാറുക എന്നുള്ളത് ആരുടെ പണിയാണ്? അത് റസൂലിന്റെ ബാധ്യതയാണ്. നമ്മളോ വഅലൈന തസ്ലീം, അള്ളാഹു നൽകിയിട്ടുള്ള റസൂൽ എത്തിച്ചു തന്നിട്ടുള്ള ആ റിസാലത്തിന് സർവഥാ കീഴ്പ്പെടുക. ആമന്ന വസല്ലംന വസദ്ദഖ്ന വഅതഅന, ഞങ്ങളത് വിശ്വസിച്ചു, സത്യപ്പെടുത്തി, കീഴ്പ്പെട്ടു എന്ന് പറയുകയല്ലാതെ മറ്റൊന്നിനും ഒരു മുഅ്മിനിന് നിർവാഹമില്ല. ഇതാണ് നമ്മുടെ പണി. ഇതില് ഈ ഒരു കോറിലേക്ക്, ഈ ഒരു നട്ട് ഷെല്ലിലേക്ക്, ദീനിന്റെ ഈ ആകത്തുകയിലേക്ക് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന എത്ര പേരെത്തി? ഞാനിവിടെ എന്റേതായ വാക്കുകൾ വളരെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു. മൊത്തം ആയത്തുകൾ ഹദീസുകളാണ്. അതുകൊണ്ട് ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത് സലഫിയ്യത്തിന്റെ ഒരു പോയിന്റിനെ പോലും നിങ്ങൾക്കൊരു സംശയ രൂപത്തിൽ നോക്കിക്കാണാൻ സാധ്യമല്ല. മൊത്തം സലഫിയ്യത്തിനെ ദൂരെ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറ്റം പറയാൻ. ഇതാണ്. പിന്നെ ഇനി 4, 5 2 കാര്യങ്ങളും കൂടിയുണ്ട്. നാലാമത്തേത്, അത് കഴിഞ്ഞാൽ മെല്ലെ എനിക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പക്ഷെ എത്രത്തോളം സമയം അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. നാലാമത്തേത്, കൃത്യം 1 മണിക്ക് ഞാൻ നിർത്തും അല്ലെ? 1 മണിക്കല്ലേ നിർത്തണ്ടേ? എപ്പം നിർത്താണോ വേണ്ടത്? അതോ തുടരാം? 4, 5 പുതിയ തുടങ്ങാം. وبهذا القدر يكتفي الآن. وأسأل الله العظيم رب العرش العظيم يتولانا في الدنيا والآخرة إنه على كل شيء قدير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.